Meet the editors. അഭിമാന പോരാട്ടമോ എന്നാണ് ചോദ്യം. ഇന്നത്തെ റോഡ് ഷോ സൂപ്പർ സൺഡേ എന്ന് തന്നെ പറയാം. ഒരർത്ഥത്തിൽ PV അൻവറിൻ്റെ റോഡ് ഷോ യൂസഫ് പത്താനെ ഇറക്കുന്നു. വലിയ താരപ്രചാരകനാണ് എത്തുന്നത്. മറുഭാഗത്ത് പ്രിയങ്ക ഗാന്ധി, അതേപോലെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം പതിവ് പോലെ ഇന്നും തുടർന്നു. ആ അർത്ഥത്തിൽ കൊട്ടിക്കലാശത്തിൻ്റെ പ്രതീതി ജനിപ്പിക്കുന്നൊരു സൺഡേയാണ് കടന്നു പോകുന്നത്. അഭിമാന പോരാട്ടമാണ് എന്ന് തന്നെയാണ് ഫീൽഡിൽ നിൽക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അഭിമാന പോരാട്ടമാണോ? അഭിമാന പോരാട്ടം എന്ന് മാത്രം പറഞ്ഞ പോലെ ജീവൻ മരണ പോരാട്ടം എന്ന രൂപത്തിൽ വേണമെങ്കിൽ അതിനെ കാണണം. PV അൻവറിന് വേണ്ടി ഇന്നിപ്പോൾ യൂസഫ് പഠാൻ വരുമ്പോൾ യൂസഫ് പഠാൻ എന്ന ക്രിക്കറ്ററെ കാണാൻ കൂടിയുള്ള ആളുകളുടെ ഒരു തിക്കും തിരക്കും കൂടിയായിട്ട് അതിനെ കാണണം. അദ്ദേഹം രാവിലെ വരുമ്പോൾ അദ്ദേഹം പറയുന്ന കേരളത്തിൽ ഞാൻ മുമ്പും വന്നിട്ടുണ്ട്, രാഷ്ട്രീയം പറയുന്നില്ല എന്ന രൂപത്തിലാണ് പറഞ്ഞത്. പക്ഷേ അദ്ദേഹത്തെ ദീദി അയച്ചതാണെന്ന് അദ്ദേഹം പറയുന്നു. അൻവറുമായിട്ട് നല്ല പരിചയമുണ്ട്, അൻവറിനെ നേരത്തെ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു. അങ്ങനെ യൂസഫ് പഠാൻ ഉണ്ടാക്കിയ ഒരു കൗതുകം അത് വലിയൊരാളെ കൂട്ടിയിട്ടുണ്ട്. പക്ഷേ PV അൻവറിൻ്റെ പ്രചാരണ രീതി മറ്റൊരു രീതിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം റോഡ് ഷോ അല്ലെങ്കിൽ റോഡിലൂടെ വോട്ട് ചോദിച്ച് നടക്കുന്നതൊന്നും ഒരുപാട് കാണുന്നില്ല. പക്ഷേ ബന്ധമുള്ള വീടുകളുമായി അല്ലെങ്കിൽ ബന്ധമുള്ള ആളുകളുമായൊക്കെ ചേർന്ന് അവിടെ ചെന്ന് വോട്ട് ചോദിക്കുന്ന ഒരു രീതി അദ്ദേഹം ചെയ്യുന്നുണ്ട്. അത് നമുക്കറിയില്ല അപ്പോൾ എത്ര വോട്ട് പിടിക്കും, ആരുടെ വോട്ടാണ് പോകുക. ഇത് LDFനും UDFനും ഉണ്ടാക്കുന്ന ആശങ്ക ചെറുതല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ CPMനെ സംബന്ധിച്ച് ജമാഅത്തെ ഇസ്ലാമി എന്ന വിഷയത്തിൽ വീണ്ടും ഊന്നുന്നു. ഇന്നിപ്പോൾ പെൻഷൻ എന്ന് മുഖ്യമന്ത്രി പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നലത്തെ പ്രസംഗത്തിൽ പോലും അദ്ദേഹം പറയുന്നത് UDFൻ്റെ രാഷ്ട്രീയ പാപ്പരത്വം എന്ന് പറഞ്ഞുകൊണ്ടിട്ട് ആരുമായും കൈകോർക്കുന്നവർ എന്ന രൂപത്തിലാണ് പറയുന്നത്. അവസരവാദ നിലപാട് എന്ന് പറയുന്നു. UDF ഉണ്ടാക്കിയ അവസരവാദ സഖ്യം മുസ്ലിം ലീഗ് നേതൃത്വം അറിഞ്ഞുകൊണ്ടാണെന്ന് വ്യക്തമായിരിക്കുകയാണെന്നാണ് പറയുന്നത്. എപ്പോഴും അതിനെ വെൽഫെയർ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയും ഇങ്ങോട്ട് തരുന്ന വോട്ടായിട്ടല്ല അതിനെ കാണുന്നത്, അവരുടെ പിന്തുണയായിട്ടല്ല അതിനെ കാണുന്നത്, അതിനെ സഖ്യമായിട്ടാണ് കാണുന്നത്. ഇതിനോടെല്ലാം ലീഗിൻ്റെ മുൻകാല നേതൃത്വം സ്വീകരിച്ചത് ശരിയായ നിലപാടായിരുന്നു. അവിടെ ഒരു പരിപാടിയിലും പങ്കെടുക്കാൻ CH മുഹമ്മദ് കോയ തയ്യാറായിട്ടില്ല എന്നുകൂടിയാണ് ജനത്തെ അദ്ദേഹം പ്രസംഗത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നത്. പക്ഷേ നമ്മൾ പല ഘട്ടങ്ങളിലായി ചർച്ചകളിൽ പറഞ്ഞതുപോലെ ജമാഅത്തെ ഇസ്ലാമി ഇങ്ങോട്ട് നൽകിയ പിന്തുണ, സ്വീകരിച്ച കാര്യം, ആ സ്വീകരിച്ച സമയത്തൊക്കെ CPM നടത്തിയ പ്രതികരണങ്ങൾ ആ വോട്ട് പ്രധാനമാണെന്നും പല തരത്തിലും ഐക്യം സാധ്യമാണ് എന്ന രൂപത്തിൽ നടത്തിയ പ്രതികരണങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഏറ്റവും ഒടുവിൽ 2023 മീഡിയ വൺഡേ അവാർഡ് അദ്ദേഹം സ്വീകരിക്കുന്നുണ്ട്. ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ അവാർഡ് സ്വീകരിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ ആ മാധ്യമ സ്ഥാപനം ആരുടേതാണ് എന്നൊരു ആലോചനയും അവർ എടുക്കുന്ന നിലപാട് സാമ്രാജ്യത്വ വിരുദ്ധ നിലപാട്, നേരത്തെ പറഞ്ഞ പോലെ CPMനെ അനുകൂലിക്കാവുന്ന സാമ്രാജ്യത്വ വിരുദ്ധ നിലപാടുള്ള ഒരു സ്ഥാപനമാണ്. അപ്പോൾ ആ അവാർഡ് സ്വീകരിക്കുന്നുണ്ട്. അവാർഡ് സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം നടത്തുന്ന പ്രസംഗവും ശ്രദ്ധേയമായ പ്രസംഗമായിരുന്നു. അപ്പോഴൊന്നുമില്ലാത്ത, അതായത് വേദി പങ്കിടുമോ എന്നാണല്ലോ ഇപ്പോൾ ചോദിച്ചത്. CH മുഹമ്മദ് കോയ ഒരു വേദിയും പങ്കിട്ടിട്ടില്ല എന്ന് പറയുന്നിടത്ത് 2023 പോലും ആ പരിപാടിയിൽ പങ്കെടുത്തു എന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനത് പറഞ്ഞത്. അത് പിണറായി വിജയൻ ഇപ്പോൾ 2 വർഷം മുമ്പ് നടത്തിയ ഒരു പരിപാടിയിൽ പങ്കെടുത്ത കാര്യമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതുപോലെ വെൽഫെയർ പാർട്ടിയുമായി ചേർന്ന് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച ശേഷം 2 കൊടികളും ഒരുമിച്ചുള്ള ആഹ്ലാദ പ്രകടനത്തിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഈ പിന്തുണയെ സഖ്യമാക്കി വീണ്ടും അവതരിപ്പിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി വിരുദ്ധ വോട്ട് നേടുക, അത് പൂർണ്ണമായും ഇങ്ങോട്ടേക്ക് എടുക്കുക എന്ന രാഷ്ട്രീയ തന്ത്രം കൂടിയാണ്. അത് എത്രത്തോളം ഇതിൽ ഗുണം ചെയ്യുമെന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പുറത്ത് UDFനെ സംബന്ധിച്ചും ഇന്നിപ്പോൾ 7 ചോദ്യങ്ങൾ മുഖ്യമന്ത്രി ചോദിച്ചിരിക്കുന്നു പ്രതിപക്ഷ നേതാവ്. ഇത്രയും ദിവസം ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് അവർ ഇപ്പോൾ മതരാഷ്ട്രവാദം പറയുന്നില്ല എന്ന അബദ്ധത്തിൽ നിന്നും ആ അബദ്ധത്തിന് മറുപടി പറഞ്ഞ് പോകുന്ന ദിവസങ്ങളാണ് കണ്ടത്. പക്ഷേ ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് രാഷ്ട്രീയ ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ്. അതിൽ ഈ വന്യമൃഗശല്യം തൊട്ട് SC/ST ഫണ്ട് വെട്ടിക്കുറച്ചത് അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിക്കുന്നു. അവിടെ SC/ST വോട്ട് ഒരു പ്രധാനപ്പെട്ട വോട്ട് തന്നെയാണ്. 30,000-ഓളം വോട്ട് വരും. അവിടെ ഇപ്പോൾ നടക്കുന്ന ആദിവാസി ഭൂസമരം എന്നുള്ളത് കുറേ ദിവസങ്ങളായി, മാസങ്ങളായി നടക്കുന്ന സമരമാണ്. ഇപ്പോൾ ആ സമരത്തിന് നേതൃത്വം നൽകുന്നത് 90 കഴിഞ്ഞ ഗ്രോവാസുവാണ് എന്നൊരു കാര്യം കൂടിയുണ്ട്. ഗ്രോവാസിൻ്റെ നേതൃത്വത്തിലാണ് സമരം ഇപ്പോഴും നടക്കുന്നത്. അപ്പോൾ അതിനോട് മുഖം തിരിഞ്ഞുള്ള സമീപനമൊക്കെ ചോദ്യം ചെയ്യപ്പെടും. അപ്പോൾ ആളുകളെ സംബന്ധിച്ച് അവരുടെ ജീവിത പ്രശ്നങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതിൽ ഈ പറയുന്ന വന്യജീവി ശല്യം, അതിനോടെടുക്കുന്ന സർക്കാരിൻ്റെ നിലപാട്, വിവിധ സമരങ്ങളോടുള്ള സമീപനം. ഇപ്പോൾ ആശാസമരത്തോട് അവരുടെ ഓണറേറിയം 1 രൂപ പോലും കൂട്ടാതിരിക്കുമ്പോഴാണ് മുഖ്യമന്ത്രിക്ക് PR പരിപാടി ചെയ്യുന്നവർക്കുള്ള ശമ്പള വർധന നടപ്പാക്കുന്നത്. ഇതൊക്കെ ഒരേ സമയത്ത്, ഏത് സമയത്ത് വരുന്നതെന്നും പ്രധാനമാണ്. അത് അവർക്ക് ശമ്പളം കൂട്ടേണ്ടതായെങ്കിൽ കൂട്ടുകയൊക്കെ ചെയ്യാമായിരിക്കാം. പക്ഷേ ഏത് സമയത്ത് വരുന്നു, ഇപ്പുറത്ത് ഒരു 5 പൈസ പോലും കൂട്ടാതെ അവരെ ഒരു സമരത്തിലേക്ക് നയിച്ച് അവർ അവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോലും വരുന്ന ഒരു ഘട്ടം. അപ്പോൾ സ്വാഭാവികമായും അതും ചർച്ചയ്ക്ക് വരുമെന്നുള്ള പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ ഏതാണ് പരിഗണിക്കപ്പെടുക, ഏതൊക്കെ കാര്യങ്ങളാണ് പിണറായി
കേസുമായി ബന്ധപ്പെട്ട് വലിയ പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ട് രാജിവെച്ച PV അൻവർ ഉണ്ടാക്കിയ ഈ തെരഞ്ഞെടുപ്പിൽ PV അൻവറിന് ആരുടെ പരാജയമാണ് ഏറ്റവും പ്രധാനമാവുക എന്നതാണ്. ആദ്യ ഘട്ടത്തിൽ പിണറായി സത്തിനെതിരെ എന്ന പോരാട്ടം എന്ന് പറയുമ്പോൾ അവസാനമായപ്പോഴേക്കും VD സതീശൻ എന്ന UDF-നോടില്ല ആ യുദ്ധം, VD സതീശൻ എന്ന ഒറ്റ നേതാവിലേക്ക് ആ യുദ്ധം മാറുകയാണ്. അപ്പോൾ ആ യുദ്ധത്തിൽ ജനം എന്താണ് മനസ്സിലാക്കുക? ജനം ആത്യന്തികമായി ഇവിടെ ഒരു തിരഞ്ഞെടുപ്പ് എന്തിന് നടപ്പാക്കും, എന്തിന് ഈ ഉപതെരഞ്ഞെടുപ്പ് വന്നു എന്ന ചോദ്യം ചോദിക്കുമ്പോൾ ആ ഉപതെരഞ്ഞെടുപ്പിലേക്ക് നയിച്ച ആൾ എടുക്കുന്ന നിലപാടുകൾ, ആ നിലപാടുകൾ മാറിയുന്നുണ്ടോ? ആദ്യം പറഞ്ഞതാണോ ഇപ്പോൾ പറയുന്നത്? എന്തിന് രാജിവെച്ചു? ഈ ചോദ്യങ്ങളൊക്കെ സ്വാഭാവികമായും ജനം ചോദിക്കും. അപ്പോൾ ഇതിനൊക്കെയുള്ള ഉത്തരം വരുന്നു. അപ്പുറത്തെ BJP ആകട്ടെ ഇന്നിപ്പോൾ പറയുന്നു 7 മാസം കൊണ്ട് പ്രധാനപ്പെട്ട 3 പദ്ധതികൾ നടപ്പാക്കുമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. അതിലൊന്ന് നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽപാതയാണ്. കേരളം കാലങ്ങളായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതുപോലെ 7 മാസം കൊണ്ട് നടപ്പാക്കി തരാമെന്ന് പറയുന്നു ഞങ്ങളെ തിരഞ്ഞെടുത്താൽ. അടുത്തത് ജില്ലാ അടുത്തത് ജില്ലാ ആശുപത്രിയെ ക്യാൻസർ സ്പെഷ്യാലിറ്റി സെന്റർ ആക്കുമെന്നുള്ളതാണ്. പിന്നെ ഒന്ന് കാലിക്കറ്റ് നിലമ്പൂർ ഗൂഡല്ലൂർ ഹൈവേ 4 വരി പാതയാക്കും. അപ്പോൾ 3 കാര്യങ്ങൾ, അതായത് ഈ അനാവശ്യ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞെടുത്തെന്നാണ് ഈ 3 കാര്യങ്ങൾ ഇപ്പോൾ നടപ്പാക്കാം എന്ന രൂപത്തിലേക്ക് പ്രചാരണം എത്തുന്നത്. ഈ അവസാന ദിവസങ്ങളിലേക്ക് വരുമ്പോൾ ഇനി ജമാഅത്തിലൊന്നും നിൽക്കാണ്ട് യഥാർത്ഥ വിഷയങ്ങളിലേക്ക് വരും. ഇന്നലെ ഞാൻ ചർച്ചയ്ക്കില്ലായിരുന്നു. ഇന്നലെ മറ്റേ വേറൊരു കാര്യം കൂടി ഉണ്ടായിരുന്നല്ലോ. ഞാൻ രാത്രിയുണ്ടായ ഒരു വാഹന പരിശോധനയുമായി ബന്ധപ്പെട്ട് ഈ 2 കൂട്ടരും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും അതെ ഈ പറഞ്ഞ അപമാനിതരായി എന്ന് പറയുന്ന കോൺഗ്രസ് നേതാക്കളും അതിരെ പരാതി കൊടുക്കാൻ തയ്യാറായിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടെ നിൽക്കുന്നു. ഇത്രയും അപമാനിതരാകുമ്പോൾ സ്വാഭാവികമായി ഒരു പരാതി കൊടുക്കേണ്ടതാണ്. അത് ഒന്ന് ആവശ്യമില്ലാത്തൊരു വിവാദത്തിലേക്ക് നയിച്ചു എന്ന് കോൺഗ്രസിനകത്ത് തന്നെ അഭിപ്രായമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപമാനിക്കപ്പെട്ട ഒരു വിഷയമുണ്ടെങ്കിൽ അത് അവതരിപ്പിക്കാം, അത് പറയാം. പക്ഷേ അതിലപ്പുറം അതിലൊരു വെല്ലുവിളിയുടെ സ്വഭാവം നാളെ ഞങ്ങൾ വരുമ്പോൾ കാണിച്ചു തരാം എന്നുള്ള പ്രതികരണം രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയതൊക്കെ ദോഷം ചെയ്യുമെന്ന് ചില നേതാക്കൾക്കിടെ തന്നെ വിലയിരുത്തലുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുമേൽ ഇനി മിണ്ടണ്ട എന്നുള്ളതുകൊണ്ടാണ് പരാതിപ്പെടാൻ പോകത്തത്. അപ്പുറത്തെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും ആ ദൃശ്യങ്ങളൊക്കെ ആദ്യം തന്നെ പുറത്തുവിടുന്ന ആരാണെന്ന ചോദ്യം അവിടെ നിൽക്കുന്നു. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും അവർക്കും പരാതിയില്ല എന്നുള്ളതാണ്. അവരോട് തർക്കിച്ചതിൽ അവർക്കും പരാതിയില്ല. അപ്പോൾ ഇതൊക്കെ തന്നെയും ഒരു രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ ഈ വന്ന വഴികൾ, ഒരുപക്ഷെ നീലപ്പെട്ടിക്ക് ശേഷം ഈ വിഷയം ഉന്നയിച്ചാൽ ഒരുപക്ഷെ അതും ഗുണം ചെയ്യുമെന്നുള്ള ഒരു തോന്നൽ കൊണ്ടാണോ അതൊന്ന് ആവേശത്തിൽ ഒന്ന് രൂക്ഷമാക്കാമെന്ന് കരുതിയത് എന്നറിയില്ല. എന്തായാലും അത് ദോഷം ചെയ്തെന്ന വിലയിരുത്തലാണ് കോൺഗ്രസിനെ സംബന്ധിച്ചുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഓരോ ദിവസം നമുക്ക് തുടക്കം മുതൽ അറിയാലോ ഏതൊക്കെ വിഷയങ്ങളിൽ നിന്നു. PV അൻവറിൻ്റെ തുടർച്ചയായ വാർത്താ സമ്മേളനങ്ങൾ തുടങ്ങി ഇപ്പോൾ അവസാന ദിവസങ്ങളിലേക്ക് എത്തും. ഇനി 3 ദിവസമാണ്. അടുത്ത ദിവസവും ഇനി നേതാക്കൾ എന്താണ് പറയുന്നത്? 3 ദിവസത്തിന് നാളെ ഇനി മുഖ്യമന്ത്രി ഇല്ലാന്ന് തോന്നുന്നു. 3 ദിവസത്തെ പ്രചാരണം അദ്ദേഹം എല്ലാ തരത്തിലും പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് തന്നെ റാലികൾ നടത്തിയിരിക്കുന്നു. ഈ മണ്ഡലവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയും പറഞ്ഞത്. പ്രിയങ്ക അവസാന വട്ടം വരുമ്പോൾ അതൊരു നേട്ടമാകുമെന്നുള്ള ആത്മവിശ്വാസം കോൺഗ്രസിനുണ്ട്. ലീഗിനെ സംബന്ധിച്ച് ലീഗിൻ്റെ യോഗങ്ങളിൽ PMA സലാം പറഞ്ഞതായി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പോൾ മുൻപ് നടന്ന തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പായാലും പിന്നെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പായാലും എല്ലായിടത്തും കോൺഗ്രസ് അവിടെ ഐക്യത്തോടെ നിന്നുകൊണ്ട് വിജയം ഉറപ്പാക്കി. ഇവിടെ നമ്മുടെ റോളുള്ളയിടത്ത് നമ്മൾ പിന്നാക്കം പോകരുത്, അത് നമ്മൾക്ക് ചീത്തപ്പേരാണ് എന്നൊരു വിലയിരുത്തൽ നടത്തുന്നത്. അതിനനുസരിച്ച് ലീഗ് ബൂത്ത് തലത്തിൽ അത്ര ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട്. MLA-മാർക്കും MP-മാർക്കും ഒക്കെ ചുമതല കൊടുത്തുകൊണ്ടാണ് പഞ്ചായത്തുകളിൽ അവരുടെ പ്രചാരണം നടത്തുന്നത്. അപ്പോൾ ഏത് പോരാട്ടം, ഏത് കഠിന പ്രയത്നം ആർക്ക് ഗുണം ചെയ്യും എന്നുള്ള അറിയാൻ ഈ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അഭിമാന പോരാട്ടം, ജീവൻ മരണ പോരാട്ടം. അഭിമാന പോരാട്ടം തന്നെയാണ് എന്ന് തന്നെയാണോ ആൻഡ്രോ യെസൻ? അഭിമാന പോരാട്ടമാണ്. സ്മൃതി മാഡം പറഞ്ഞാൽ ജീവൻ മര പോരാട്ടമാണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം അവിടെ ആരുടെയൊക്കെ ജീവൻ പോകുന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു നിശ്ചയമില്ല. ഏതൊക്കെ നേതാക്കന്മാരുടെ വിക്കറ്റ് തെറിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഇപ്പോൾ അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവറിനേക്കാളും വലിയ പ്രശ്നത്തിലാകാൻ പോകുന്നത് VD സതീശനും മുഖ്യമന്ത്രിയൊക്കെ തന്നെയാണ്. കാരണം ഇവരെല്ലാം ഇവരുടേതായ ഒരു വിലയിരുത്തലായി ഈ തെരഞ്ഞെടുപ്പിനെ ഏറ്റെടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നത്തോട് കൂടിയിട്ട് ഈ നേതാക്കന്മാരുടെ കൊട്ടിക്കലാശം കഴിയുമെന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്നിപ്പം പ്രിയങ്ക ഗാന്ധി വന്നു, മുഖ്യമന്ത്രി ഇന്നത്തോടുകൂടി അവസാനിക്കുകയാണ്, യൂസഫ് പത്താൻ വന്നു എന്നുള്ളതാണ്. നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവിടെ ത്രികോണ മത്സരമാണ് എന്നുള്ള കാര്യം ഉറപ്പിക്കാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അവിടെ PV അൻവർ ആവശ്യത്തിൽ കൂടുതൽ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും അപ്പുറമുള്ള ഗ്രാസ് റൂട്ടിലുള്ള വർക്ക് നടത്തിയിട്ടുണ്ടെന്ന് വേണം വിശ്വസിക്കാം. ഇപ്പോഴത്തെ അത് എവിടുന്ന്, കാരണം ഒരു സ്ഥലത്തുനിന്ന് വോട്ട് വരണമല്ലോ. കാരണം അവിടെ 2 മുന്നണികളാണെന്ന് കാലാകാലങ്ങളായി മത്സരിച്ചുകൊണ്ട് LDF-ഉം UDF-ഉം ഈ BJPക്ക് വളരെ തുച്ഛമായ വോട്ടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ഒരു ഭാഗമായിരുന്നല്ലോ PV അൻവറും. അപ്പം ആ 2
മുന്നണികളുടെ ഭാഗമായി നിന്നുകൊണ്ട് ഉണ്ടായിരുന്നതിനേക്കാളും അപ്പുറം മൂന്നാമതൊരു കക്ഷി വരുമ്പോൾ ആ കക്ഷിക്ക് എത്ര വോട്ട് കിട്ടും എന്നുള്ളതാണ് ഈ പറയുന്ന വിജയത്തിൻ്റെ ആധാരമായി കാണേണ്ടത്. അവിടെ അടിറൂട്ടിൽ വലിയ രീതി ഇന്നത്തെ ഞാൻ പി വി അൻവറിൻ്റെ റോഡ് ഷോ കാണുമായിരുന്നു. റോഡ് ഷോ കാണുന്നത് എല്ലാവരും പറഞ്ഞത് 10,000 15,000 20,000 വോട്ട് എന്നൊക്കെ പറഞ്ഞ് നിന്നെങ്കിലും ഇന്നത്തെ ശേഷം ഞാൻ ഈ റോഡ് ഷോയ്ക്ക് ശേഷം കുറച്ച് കോൺഗ്രസ് നേതാക്കന്മാരെ CPM നേതാക്കന്മാരെയൊക്കെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെയൊക്കെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് 25,000 മേലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടെന്നാണ്. 25,000 മേലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്നൊരു കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ LDFിൻ്റെയൊക്കെ നേതാക്കന്മാർ പറയുന്നുണ്ടെങ്കിൽ 25,000 എന്ന് പറഞ്ഞാൽ 25,000 മേലേക്ക് എന്ന് പറഞ്ഞാൽ ത്രികോണ മത്സരമായി അവിടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി ത്രികോണ മത്സരത്തിലേക്ക് എത്തിക്കാൻ പാകത്തിൽ വോട്ട് പിടിക്കുകയാണ്. അത് എവിടുന്ന് പിടിക്കുമെന്നുള്ളതാണ്. അപ്പം ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു അവർ വിചാരിക്കുന്നത് ഇങ്ങനെയാണ്, ഞങ്ങളുടെ ഭാഗത്തുനിന്നും കുറച്ച് വോട്ടുകൾ പിടിച്ചാൽ തന്നെ അതിൻ്റെ 2 ഇരട്ടിയോ 3 ഇരട്ടിയോ വോട്ട് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് പിടിക്കുമെന്നാണ്. അപ്പം കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് അത്രയും വോട്ട് പിടിക്കുമ്പോൾ ഇടതുപക്ഷത്തിന് വിജയിച്ച് കയറാം എന്ന് വിചാരിച്ചിട്ടാണ് ഇവരിയ്ക്കുന്നത്. അപ്പം അവിടുത്തെ നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവിടെ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒന്ന് എത്ര വോട്ട് പിടിക്കുമെന്നുള്ള കാര്യത്തിന് ഇപ്പോഴും ഒരു ധാരണയില്ല. കോൺഗ്രസ് എത്ര പിടിക്കണമെന്ന് അവർക്ക് ധാരണയില്ല. ഈ ഇടതുപക്ഷം എത്ര വോട്ട് പിടിക്കും എന്ന് പറയുന്നതിനകത്തും ധാരണയില്ല. അൻവർ എത്ര പിടിക്കും എന്നുള്ളത് ധാരണയില്ല. അപ്പം ഞാൻ പറയുന്നത് അവിടെ ത്രികോണ മത്സരമായ സ്ഥിതിക്ക് ഇപ്പം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് നിലമ്പൂർ മണ്ഡലം മാറി എന്നുള്ളതാണ്. അവിടുത്തെ സാമുദായിക സംഘടനകളുടെയൊക്കെ പ്രശ്നമെന്ന് പറയുന്നത് ഞാനൊരു കാര്യം ശ്രദ്ധിക്കുകയായിരുന്നു. ഇന്നലെ ഈ ആര്യാടൻ മുഹമ്മദിൻ്റെ ഒരു പഴയ ബൈറ്റ് ഒരു മാധ്യമത്തിന് കൊടുത്തൊരു ബൈറ്റ് ഞാൻ കേൾക്കുന്നുണ്ട്. അതിനകത്ത് അദ്ദേഹം പറയുന്നത് ഞാൻ പല മതമേലധ്യക്ഷന്മാരുമായിട്ട് ബന്ധമുണ്ട്, പല മതമേധന്മാരുടെ പരിപാടിക്ക് ഞാൻ പോയിട്ടുണ്ട്, പല പിതാക്കന്മാരുമായിട്ട് ഞാൻ ബന്ധമുണ്ട്, ആ പിതാക്കന്മാരുടെ പരിപാടിക്ക് ഞാൻ പോയിട്ടുണ്ട്, സർവ്വ മതങ്ങളുമായിട്ടും അവരുടെ നേതാക്കന്മാരുമായിട്ടും അവരുടെ സന്യാസിമാരുമായിട്ടും എനിക്ക് ബന്ധമുണ്ട്, ഞാൻ ആ പരിപാടികൾക്കെല്ലാം പോയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒരിക്കൽ പോലും ജമാഅത്തെ ഇസ്ലാമിൻ്റെ കൂടെയോ SDPIൻ്റെ കൂടെയോ PDPൻ്റെ കൂടെയോ വെൽഫെയർ പാർട്ടീൻ്റെ കൂടെയോ പങ്കെടുത്തിട്ടില്ല. ഒരു വേദി പോലും ഞാൻ പങ്കെടുത്തിട്ടില്ല. അതുമാത്രമല്ല ഞാൻ ഇനി അങ്ങോട്ട് പങ്കെടുക്കുകയുമില്ല എന്ന് പറഞ്ഞൊരു നേതാവിൻ്റെ മകനാണ് അവിടെ ഇപ്പോൾ മത്സരിക്കുന്നത്, ആര്യാടൻ ഷൗക്കത്ത്. അദ്ദേഹം എടുക്കേണ്ട നിലപാട്, അദ്ദേഹത്തിൻ്റെ മുൻ പാരമ്പര്യം, അദ്ദേഹത്തിൻ്റെ പിതാവ് എന്താണോ ആ നിലമ്പൂർ മണ്ഡലത്തിൽ ചെയ്തത്, ആ നിലമ്പൂർ മണ്ഡലത്തിൽ ചെയ്തതെന്ന് പറയുന്നത് അവിടുത്തെ കോൺഗ്രസ് കെട്ടിപ്പടുത്തും എന്നുള്ളത്. ആ കോൺഗ്രസ് കെട്ടിപ്പടുത്ത സംവിധാനത്തിൽ നിന്നെല്ലാം പിന്നോട്ട് പോയിട്ടാണ് ഈ പറയുന്ന വെൽഫെയർ പാർട്ടീൻ്റെയും ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമീൻ്റെയൊക്കെ വോട്ട് പിടിച്ച് ജയിക്കാമെന്ന് മേടിച്ച് ജയിക്കാമെന്ന് തീരുമാനിക്കുന്നതാണ്. അപ്പം അത് രീതിയിൽ അപ്പോൾ അവിടുത്തെ അതിനനുസരിച്ചിട്ടാണ്. അതോടുകൂടി ആ വാർത്ത വന്നതോടുകൂടി എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് ഈ പറയുന്ന ജനകീയ വിഷയങ്ങളെല്ലാം കൈവിട്ടു പോയി എന്നുള്ളതാണ്. അതിനുശേഷം ഇടതുപക്ഷം ചെയ്യുന്നത് ആ വിഷയങ്ങളെ മുന്നിൽ വെച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പം അവർക്ക് പറയുന്നത് ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല, ജനകീയ വിഷയങ്ങളെക്കുറിച്ചുള്ള അത് നിങ്ങൾ ചർച്ചയാക്കുന്ന അങ്ങോട്ട് പറയേണ്ട അവസ്ഥയായി. ഇന്നത്തെ ചർച്ചകളിലൊക്കെ സ്മൃതിപടത്തിൻ്റെ ചർച്ചയൊക്കെ കാണുന്നത് നിങ്ങൾ ജനകീയ വിഷയങ്ങൾ ചർച്ചയാക്കുന്നു എന്ന് ഭരണപക്ഷം പ്രതിപക്ഷത്തോട് പറയുകയാണ്. എന്നിട്ട് അതാണ് ഞങ്ങൾക്ക് താല്പര്യം എന്ന് പറയുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു അവസ്ഥ ആരാണ് ഉണ്ടാക്കിയത്? കോൺഗ്രസ് ആണ് ഉണ്ടാക്കിയത്. ഞാനിപ്പോൾ വിചാരിക്കുന്നത് എന്താണെന്നറിയോ, നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇന്ന് അൻവർ നടത്തിയ റോഡ് ഷോ ഉണ്ടല്ലോ, ആ റോഡ് ഷോ ഒറ്റ റോഡ് ഷോ ആയിട്ടൊന്ന് നടക്കേണ്ടതാണ്. ആരുടെ അടുത്ത്? ഈ പറഞ്ഞ പ്രിയങ്ക ഗാന്ധിയും ഈ പറഞ്ഞ യൂസഫ് പത്താനും ഈ പറഞ്ഞ PV അൻവറും എല്ലാം പറഞ്ഞ് നിലമ്പൂരിനെ ഇളക്കി മറിച്ച് നടക്കേണ്ട ഒരു പരിപാടിയായിരുന്നു ഇന്ന് സ്പ്ലിറ്റ് ചെയ്ത് രണ്ടാക്കി വിട്ടത്. ആ സ്പ്ലിറ്റ് ചെയ്ത് രണ്ടാക്കി വിട്ട ആളാരാണ്? അത് ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് അല്ലെ ആ പറയുന്ന ആൾക്കാരും കൂടിയിട്ടാണ്. ആ വിഭജിച്ച് വിട്ടതോടുകൂടി എന്ത് സംഭവിച്ചെന്നറിയോ? ഒരിക്കലും പേടിക്കേണ്ടാത്ത തൻ്റെ ഇടത്തോടുകൂടി ഉയർത്ത് നിന്നിട്ട് ഞങ്ങൾ ജയിക്കാൻ പോവുകയാണ്, നിങ്ങൾ എന്ത് വേണമെങ്കിൽ ഇതെല്ലാം ഈ ഭരണപക്ഷത്തിനെതിരെയുള്ള ശക്തമായ പ്രകടനങ്ങളാണ് എന്ന് പറയേണ്ട ഒരു സാഹചര്യമായിരുന്നുണ്ട്. അതിനെന്ത് വിട്ടുവീഴ്ച ചെയ്യാനുള്ള ഒരു ബോധവും അതിനനുസരിച്ചുള്ള ഒരു പരിപാടി ഈ പറയുന്ന പ്രതിപക്ഷം നടത്തണമായിരുന്നു. അത് നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പം ഞാൻ ഇന്ന് വിചാരിക്കുന്നത് ഇങ്ങനെ ലീഗിൻ്റെ നേതാക്കന്മാരെ ഒന്നും നമ്മൾ ഒരു നേതാവിനെ മാത്രമേ ഞാൻ കണ്ടത് കേട്ടോ. ആരാണ്? നമ്മുടെ പ്രിയങ്ക ഗാന്ധിയുടെ പരിപാടിയിൽ അബ്ബാസ് അലി തങ്ങളെ മാത്രമാണ്. മറ്റുള്ള നേതാക്കന്മാരെല്ലാം തമിഴ്നാട്ടിലാണ്. ഞാൻ പറയുന്നത് ഒരു ജീവൻ മരണം പോരാട്ടം നടക്കുന്ന നിലമ്പൂരിൽ ഈ പറയുന്ന മുഴുവൻ നേതാക്കന്മാരും, കാരണം നാളെ ഒരു ദിവസമേ ഉള്ളൂ, ഒരു ദിവസം നാളെ മുന്നിലുള്ളൂ. ഈ ഒരു ദിവസം മുന്നിലുള്ളപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും പീക്കായി, ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ ഏറ്റവും മുതിർന്ന നേതാവായിട്ടുള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട നേതാവായിട്ട് പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കുന്ന പരിപാടി എന്ന് പറയുന്നത് നിലമ്പൂരെ സംബന്ധിച്ചിടത്തോളം വലിയ ഇളക്കി മറിക്കേണ്ട സംഭവമാണ്. അത്ര ഇളകി മറിഞ്ഞിട്ട്
ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. കാരണം എന്തുകൊണ്ടാണ് അതിനകത്ത് ലീഗ് അടക്കം എടുക്കുന്ന നിലപാട്? കാരണം എന്താ അറിയോ, ഇത് ആരൊക്കെയോ ഉള്ളിൽ കൂടെ, ഞാൻ പറയുന്നത് ലീഗിനെയല്ല പറയുന്നത് കേട്ടോ, ഞാൻ ലീഗ് അവിടെ നന്നായി അതായത് ഗ്രാസ് റൂട്ടിൽ പണിയെടുക്കുന്നുണ്ടെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷേ അണികളിലേക്ക് ഇത് എത്തിക്കാൻ കഴിയുന്നുള്ളതാണ്. അപ്പം ചില നേതാക്കന്മാരെങ്കിലും ഇത് വരുത്തി തീർത്ത ഒരു വിപത്താണ് എന്നുള്ള നിലയിലേക്ക് ചർച്ച കൊണ്ടുപോകുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭവിഷ്യത്ത് ഏത് രീതിയിൽ പ്രകടമാകും എന്നുള്ള കാര്യത്തെക്കുറിച്ച് എനിക്ക് സംശയമുണ്ട്. കാരണം ഇന്നലെ വരെ PV അൻവർ ഒരു ഫാക്ടറല്ല എന്നും അത് മത്സരിക്കാൻ സാധ്യതയില്ല എന്നും ജയിക്കാൻ വോട്ട് പിടിക്കാൻ 10,000-ന് മേലെ വോട്ട് പിടിക്കാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇത്രയും വലിയൊരു റോഡ് ഷോ നടത്തുമ്പോൾ തന്നെ അതിൻ്റെ ഒരു അലയൊലി ഈ രണ്ട് പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്ന 2-3 ദിവസം എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ഒരു പ്രകടനങ്ങളായിരിക്കും ഇനി നടക്കാൻ പോകുന്നത്. കാരണം നാളെയും മറ്റന്നാൾ മാത്രമേ ഉള്ളൂ. മറ്റന്നാൾ 4 മണിയോടുകൂടി കൊട്ടിക്കലാശം സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നാളെ ഒരു ദിവസം എന്ന് പറയുന്നത് റോഡ് ഷോകൾ ഉണ്ടാവും. എനിക്ക് തോന്നുന്നത് ഇനി ഇടതുപക്ഷത്തിൻ്റെ വലിയ റോഡ് ഷോ വരാൻ സാധ്യതയുണ്ട്. UDF-IF-ൻ്റെ വലിയ റോഡ് ഷോ വരാൻ, അതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് ഇത് കണ്ട് ഇതിനേക്കാളും വലിയ റോഡ് ഷോ അപ്പുറം നടത്തണം. മനസ്സിലായി? അത് മുൻകണ്ട് ഈ പറയുന്ന അൻവർ 2021 ഇലക്ഷനിൽ ആഫ്രിക്കയിൽ നിന്നും കേരളത്തിലേക്ക് വരുന്നത് നോമിനേഷൻ കൊടുക്കുന്ന തലേദിവസമാണ്. ആ നോമിനേഷൻ കൊടുക്കുന്ന തലേ ദിവസം അൻവർ ഈ പറയുന്ന ചിത്രത്തിലേ ഇല്ല. VV പ്രകാശാണ് അവിടെ ജയിച്ച് കയറുന്നത് എന്ന് പറഞ്ഞിട്ടാണ് അന്ന് രാഹുൽ ഗാന്ധിയുടെ പ്രകടനം. അന്നത്തെ റോഡ് ഷോ എന്ന് പറയുന്നത് വലിയ റോഡ് ഷോയാണ്. ആ റോഡ് ഷോയിനെ കവച്ച് വെക്കുന്ന രീതിയിലായിരുന്നു ശരിക്കും പറഞ്ഞാൽ PV അൻവർ വന്ന് ഇറങ്ങി റോഡ് ഷോ എന്ന് പറയുന്നത്. അതോടുകൂടിയാണ് റോഡ് ഷോയിൽ കൂടിയാണ് PV അൻവർ കളം പിടിക്കുന്നത്. അതേ ഒരു അവസ്ഥയിലേക്ക് ഇവിടെ എത്തിയിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഒരു ജയപരാജയം എന്ന് പറയുന്നത് നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല. കാരണം എന്താണ്, ഇടതുപക്ഷത്തിൻ്റെ അവരുടേതായ കേഡർ വോട്ടുകൾ അവിടെയുണ്ട്. അവരുടെ ഭാഗത്ത് നിന്ന് എത്ര വോട്ടുകൾ പിടിക്കും, ഇടതുപക്ഷം പറയുന്നത് അവരുടെ ഭാഗത്ത് വോട്ട് പിടിക്കില്ല എന്നുള്ളതാണ്. പക്ഷേ ഒരു കാര്യത്തിൽ ഉറപ്പാണ്, UDF-ൻ്റെ ഭാഗത്തു നിന്ന് വോട്ട് പിടിക്കും എന്നുള്ളത് തന്നെയാണ്. അവിടുത്തെ വോട്ട് ചിഹ്നിക്കാൻ വേണ്ടിയിട്ട് PV അൻവറിന് കഴിയുമെന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇന്നത്തെ രീതിയിൽ ആ ജനങ്ങളെ അത്രയധികം ജനങ്ങളെ ഈ പെരുമഴയത്ത് നിലമ്പൂർ ടൗണിൽ കൂട്ടാൻ കഴിയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിട്ട് ഞാൻ തോന്നുന്നില്ല. കാരണം അൻവർ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്ന ദിവസം ഉണ്ടല്ലോ, പ്രഖ്യാപിക്കുന്ന ദിവസവും പിറ്റേ ദിവസം നമ്മൾ നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്ന ദിവസവും കണ്ടല്ലോ, അന്നുണ്ടായിരുന്നതിൻ്റെ ഒരു 10-20 മടങ്ങ് ആൾക്കാരെ കൊണ്ടുവരാൻ പറ്റി. അന്നെന്ന് പറയുന്നത് അന്ന് നമുക്കൊരു ഇദ്ദേഹം ഒരു വലിയൊരു, അതുകൊണ്ട് അന്നത്തെ പ്രകടന പത്രിക കൊടുക്കാൻ പോകുന്ന സമയത്ത് കണ്ടിട്ടാണ് ആൾക്കാർ പറയുന്നത് ഇത് അതിൽ കൂടുതൽ വോട്ട് പിടിക്കില്ല എന്ന് പറയാനുള്ള കാരണം എന്ന് പറയുന്നത്. പക്ഷേ റോഡ് ഷോ നടത്തി എന്നുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഇത് തന്നെയാണ്, ഗ്രാസ് റൂട്ടിൽ വലിയ വർക്കുകൾ നടന്നിട്ടുണ്ടാവില്ല. കാരണം അവർ പ്രധാനപ്പെട്ട ഏരിയകളാണ്. അപ്പോൾ അതുമാത്രമല്ല 227ഓളം വരുന്ന ബൂത്തുകളിൽ ബൂത്ത് കമ്മിറ്റി ആയി എന്നാണ് പറയുന്നത് അൻവറിന്. 227 ബൂത്ത് കമ്മിറ്റി ആകുക എന്ന് പറയുന്നത് ചെറിയ കാര്യമായിട്ട്, ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ചെറിയ കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല എന്നുള്ളത്. അപ്പം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും UDF-നെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ആർക്ക് ഇപ്പോഴത്തെ ഒരു ഇപ്പോൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് ഒരു പാർട്ടിക്കും പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ കാര്യം ഞാൻ പറയുന്നത്. സാധാരണ അണികളോട് ചോദിച്ചാൽ ഒന്നും പറയാനില്ല എന്നുള്ളതാണ്. നമ്മളോട് തന്നെ ചോദിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണ്, ഏത് രീതിയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്കും പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ അവിടെ വർക്ക് ചെയ്യുന്നവർക്ക് പോലും പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പം ശക്തമായ രീതിയിൽ ജനങ്ങൾ ഇപ്പോൾ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ജനങ്ങളുടെ മനസ്സിൽ എന്തിരിക്കുന്നു എന്ന് പറയുന്നത് ഞാൻ വിചാരിക്കുന്നത് അത് 23-ാം തീയതി മാത്രമേ അറിയാൻ കഴിയുള്ളൂ. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ മലയോര പ്രശ്നമായിരിക്കാനാണ് സാധ്യത. കാരണം 70% വരുന്ന ജനങ്ങളെയും അവിടെ ബാധിക്കുന്നത് അവിടുത്തെ വന്യമൃഗശല്യവും അവിടുത്തെ കർഷകരുടെ പ്രശ്നങ്ങളുമാണ്. ഈ രണ്ട് പ്രശ്നങ്ങളെ മുൻപിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അത് വരാത്തതിൻ്റെ ഒരു ദേഷ്യം കർഷകർക്കുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് അത്രയധികം മലയോര കർഷകരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ ഒരു ദേഷ്യം ഉണ്ടാവാനുള്ള സാധ്യതയും കൂടെ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ആർക്ക് ഏത് രീതിയിലാണ്, ജീവൻ മരണ പോരാട്ടമാണോ എന്ന് ചോദിച്ചാൽ ജീവൻ മരണ പോരാട്ടമാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അഭിമാന പോരാട്ടമാണോ എന്നാണ് ചോദ്യം. തീർച്ചയായിട്ടും അഭിമാന പോരാട്ടമാണ്, അത് ജീവൻ മരണ പോരാട്ടമാണ് എന്നുള്ളതാണ്. ഞാൻ ഇത് പറയുന്നതിന് മുമ്പ് ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ 7 ചോദ്യങ്ങളുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് ചില കാര്യങ്ങളൊക്കെ വിശദീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഒരു ഫാക്ച്വലി ഇൻകറക്റ്റായ കാര്യം ഒരു ഫാക്ട് ചെക്ക് ചെയ്തുകൊണ്ട് ഞാൻ ഈ വിഷയത്തിലേക്ക് വരാം. അതിലൊന്ന്, ഈ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവർക്ക് മാസം 80 ലക്ഷം രൂപ കൊടുക്കുന്നു എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്, VD സതീശൻ. ഞാനതൊന്ന് പരിശോധിച്ചു. അത് ഫാക്ട് ചെക്ക് വേണമല്ലോ സ്വാഭാവികമായും. അങ്ങനെയാണെങ്കിൽ ഇതൊരു വലിയ കണക്കാണ്. 80 ലക്ഷം രൂപ ആശാവർക്കർമാർക്ക് ശമ്പളം കൂട്ടിക്കൊടുക്കാനില്ലാത്ത സാഹചര്യത്തിൽ 80 ലക്ഷം രൂപ ഒരു മാസം കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ കൈകാര്യം ചെയ്യുന്നവർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊരു വലിയ വാർത്തയാണ്. അപ്പോൾ അതൊരു വാർത്തയാക്കാമല്ലോ എന്ന് കരുതിയാണ് ഞാനത് പരിശോധിച്ചത്. ഞാനത് പരിശോധിച്ചപ്പോൾ എനിക്ക് കിട്ടിയ വിവരം ഞാൻ പറയാം. യഥാർത്ഥത്തിൽ പബ്ലിക് റിലേഷൻസ് വകുപ്പാണ് മുഖ്യമന്ത്രിയുടേതടക്കമുള്ള സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകൾ കൈകാര്യം ചെയ്യുന്നവരെ കരാറടിസ്ഥാനത്തിൽ നിയമിച്ചിരിക്കുന്നത്. പത്രത്തിൽ നോട്ടിഫിക്കേഷൻ നൽകി ഇത് സ്ഥിര നിയമനമല്ല എന്ന് പ്രത്യേകം പരാമർശിച്ചാണ് ഈ നോട്ടിഫിക്കേഷൻ വഴി ഈ അപ്പോയിൻമെൻറ്റ് നടത്തിയിരിക്കുന്നത്. 12 പേരാണ് ആ കൂട്ടത്തിലുള്ളത്. ആ 12 പേർക്ക് കഴിഞ്ഞ മാസം വരെ കിട്ടിയ ശമ്പളം 6,67,290 രൂപയാണ്.
6,67,290 രൂപ. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് 80 ലക്ഷം രൂപ പ്രതിമാസം എന്നാണ്. അങ്ങനെയാണെങ്കിൽ അത് തെറ്റാണ്. ഇനി മാസം തെറ്റിപ്പോയി അത് വർഷമാണെങ്കിൽ ഓക്കെ, കാര്യം അത് കണക്കൂട്ടി വരുമ്പോൾ ഒരു പക്ഷേ 12,784 അല്ലെങ്കിൽ 12,672 ഏകദേശം 80 ലക്ഷത്തിനടുത്ത് വരും എന്നുള്ളതാണ്. പക്ഷെ അവിടെ ആണെങ്കിൽ ഒരു കുഴപ്പമുണ്ട്. കാര്യം കർണാടകയിൽ സിദ്ധരാമയ്യ എന്ന കർണാടകയുടെ മുഖ്യമന്ത്രി പ്രതിമാസം ഇതേ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം കൈകാര്യം ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നത് ഒരു സ്വകാര്യ ഏജൻസിയാണ്. ആ സ്വകാര്യ ഏജൻസി ഒരു മാസം പ്രതിഫലമായി കൈപ്പറ്റുന്നത് 54 ലക്ഷം രൂപയാണ് ഒരു മാസം കർണാടകയിൽ. അതായത് 6 മാസം കൊണ്ട് 3,18,00,000 രൂപ സിദ്ധരാമയ്യ എന്ന കർണാടകയിലെ കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം കൈകാര്യം ചെയ്യുന്നതിനായി കൈപ്പറ്റിയിരിക്കുന്നു. അവിടെയാണ് മാസം 6,67,290 രൂപ കൈകാര്യം ചെയ്യുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ഞാനിപ്പോഴും വിശ്വസിക്കുന്നു പ്രതിപക്ഷ നേതാവ് കള്ളം പറഞ്ഞതല്ല. പ്രതിപക്ഷ നേതാവിന് അതിനകത്തൊരു അബദ്ധം പറ്റിയതായിരിക്കും. മാസം എന്നുള്ളത് മാറിപ്പോയതാവാനാണ് സാധ്യത, അത് വർഷമായിരിക്കാനാണ് സാധ്യത. അവിടെയാണെങ്കിലും ഈ വ്യത്യാസമുണ്ട് എന്ന് മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇതെന്തിനാണ് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പിലുടനീളം നമ്മൾ കാണുന്ന ഒരു പ്രചരണ തന്ത്രം എന്ന് പറയുന്നത് ഇത്തരത്തിലൊരു കൺഫ്യൂഷൻ സൃഷ്ടിക്കുക, ഒരു ആശയക്കുഴപ്പം സൃഷ്ടിച്ചുകൊണ്ട് വോട്ടർമാർക്കിടയിൽ ഒരു സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുമോ, ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാക്കാൻ ശ്രമിക്കുമോ എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഞാൻ പറയുന്നു, ഓപ്പണായി തന്നെ ഞാൻ പറയുന്നു, ഒരു ഭരണവിരുദ്ധ വികാരം കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും സ്വാഭാവികമാണ്. കാര്യം 9 വർഷം കഴിഞ്ഞിരിക്കുന്ന ഒരു സർക്കാരിനെതിരെ അങ്ങനെ ഭരണവിരുദ്ധ വികാരം ഉണ്ടാവണമല്ലോ സ്വാഭാവികമായും. പക്ഷേ ആ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ പ്രതികരണം ഏറിയും കുറഞ്ഞു വിരിക്കും. അതിമാര് ഓരോ വിഭാഗങ്ങളിലും ഓരോ തരത്തിലായിരിക്കും ഉണ്ടാവുക. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ പെൻഷൻകാരുടെ കാര്യം പറഞ്ഞു. ഈ നിലമ്പൂർ മണ്ഡലത്തെ സ്വാധീനിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്താണ് എന്ന് നമ്മൾ പരിശോധിച്ചാൽ ഈ തെരഞ്ഞെടുപ്പിൽ UDF യഥാർത്ഥത്തിൽ ആ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്തിട്ടില്ല. ഞാൻ ആൻറ്റോഗേഷൻ പറഞ്ഞോട് യോജിക്കുന്നു. തുടക്കം മുതൽ തന്നെ ഞാൻ പറയുന്നു, അവിടെ വന്യജീവി ആക്രമണമാണ് നിലമ്പൂരിലെ പ്രധാനപ്പെട്ട വിഷയമായി അവർ എടുക്കേണ്ടിയിരുന്നത്. ഒരുപക്ഷേ പ്രതിപക്ഷ നേതാവ് അത് മനസ്സിലാക്കിയതുകൊണ്ടാവാം വന്യജീവി ആക്രമണത്തിൽ പരിക്കേറ്റവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പരിപാടി തന്നെ വെച്ചിരുന്നു. പക്ഷേ ആ പരിപാടിക്കൊന്നും വലിയ മീഡിയ അറ്റൻഷനോ വലിയ രീതിയിൽ അവിടെ ഒരു പ്രചാരമോ കിട്ടിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊക്കെ ഒരു വലിയ ക്യാമ്പയിനായി മാറേണ്ടതാണ് ആ മണ്ഡലത്തിൽ. അവിടെ അതൊരു വലിയ പ്രചരണമാക്കി മാറ്റാൻ പറ്റിയില്ല. അതിനു പകരം അവർ ഭയന്നു പോയത് എന്താണെന്ന് വെച്ചാൽ പെൻഷനിന് 2 മാസം കുടിശ്ശികയെ ബാക്കിയുള്ളൂ. പെട്ടെന്ന് പെൻഷൻ കിട്ടുന്നത് കഴിഞ്ഞ തവണത്തിലെ തിരഞ്ഞെടുപ്പിനെ പോലെ തിരിച്ചടിക്കുമോ എന്ന് ഭയന്നതുകൊണ്ടാണ് UDFിൻ്റെ കൺവെൻഷനിൽ വെച്ച് KC വേണുഗോപാൽ ഈ പെൻഷനെ കടന്നാക്രമിക്കാൻ ശ്രമിക്കുന്നതും അതിനെ കൈക്കൂലി, കുടിശ്ശികയുടെ കാര്യത്തിൽ കൈക്കൂലി എന്ന ഒരു പരമാബദ്ധം പറയുന്നതും. അതിനെ LDF വളരെ സക്സസ്ഫുള്ളി, വളരെ വിജയകരമായി പ്രതിരോധിച്ചു എന്ന് മാത്രമല്ല, അത് പ്രതിരോധിക്കാൻ നിന്ന ഷാഫി പറമ്പിലിനെയും PC വിശ്വനാഥിൻ്റെയും എല്ലാ വാദങ്ങളെയും പൊളിച്ചെടുക്കുന്നതാണ് നമ്മൾ കണ്ടത്. അതിലിപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്, പെൻഷൻ വിവാദത്തിൽ മുന്നിട്ട് നിൽക്കുന്നത് LDF ആണെന്ന് നിസ്സംശയം പറയാം. എന്നാൽ അതേസമയം വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അത് ഒരു സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെട്ടു. അവിടെ അനന്തു അവിടെ കൊല ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ട്. വളരെ പെട്ടെന്ന് അതിനോട് റിയാക്ട് ചെയ്തുകൊണ്ട് അമിതാവേശം കാണിച്ച് അതിനകത്ത് അനുപാതരഹിതമായ രീതിയിലുള്ള ആവേശം കാണിച്ച് അതിൻ്റെ തീ തല്ലിക്കെടുത്തി. അവിടെയായിരുന്നില്ല യഥാർത്ഥത്തിൽ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധത്തിന് തുടർച്ചയുണ്ടാവണം. അത് നേരിട്ട് വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെടുത്താൻ കഴിയില്ല എന്ന് നമുക്കറിയാം. കാരണം അതൊരു വൈദ്യുതി മോഷണവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതൊരു പന്നിയെ കെണിവെച്ച് ബിസിനസ് നടത്തുന്ന ഒരു വിഭാഗം ആളുകളുടെ പ്രശ്നമാണ്. ആ പ്രശ്നത്തിലും അവിടെ വഴിതെറ്റിപ്പോയി എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് ഈ മണ്ഡലത്തിൽ കണക്കുകൾ വളരെ നിർണായകമാണ്. സ്റ്റിൽ ഈ മണ്ഡലത്തിൽ വളരെ ഡിസിസീവാണ്. ഓരോ വോട്ടും നിർണായകമാണ് എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. അവിടെ ഏതെങ്കിലും തരത്തിൽ LDFിനൊരു എഡ്ജ് ഉണ്ടെന്നോ UDFിനൊരു എഡ്ജ് ഉണ്ടെന്നോ ഞാൻ പറയില്ല. കാരണം PV അൻവർ എന്ന് പറയുന്ന ഒരു ഫാക്ടർ അവിടെ കിടക്കുന്നു എന്നുള്ളതാണ്. ഒന്നുകിൽ PV അൻവർ ഒരു സ്പോയിലർ ആവും, അതല്ലെങ്കിൽ PV അൻവർ ഒരു നേരത്തെ യൂസഫ് പത്താൻ പറഞ്ഞതുപോലെ പ്ലെയർ ഓഫ് ദി സീരീസ് ആവും. പക്ഷേ പ്ലെയർ ഓഫ് ദി സീരീസിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ നമ്മൾ IPLലെ കഴിഞ്ഞ കളി എടുക്കുകയാണെങ്കിൽ IPLൽ സായി സുദർശനാണ് പ്ലെയർ ഓഫ് ദി എമർജിംഗ് സീസണായിട്ട് കണക്കാക്കപ്പെട്ടത്. പക്ഷേ സായി സുദർശൻ കളിച്ച ടീം IPLൻ്റെ ഫൈനലിൽ IPLൻ്റെ കപ്പടിച്ചില്ല. IPL കപ്പടിച്ചത് നമ്മുടെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുമാണ്. പക്ഷേ ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ പ്ലെയറായ സായി സുദർശനാണ് പ്ലെയർ ഓഫ് ദി എമർജിംഗ് സീസണായി മാറുന്നത്. എന്ന് പറഞ്ഞതുപോലെയാണ് PV അൻവറിൻ്റെ കാര്യം. പ്ലെയർ ഓഫ് ദി മാച്ച് ആവും, ഒരുപക്ഷെ വിജയിച്ച് കയറുമോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. കാര്യം അവിടെ വിജയിച്ച് കയറണമെങ്കിൽ ഒരു 60,000 വോട്ട് പിടിക്കാതെ നിങ്ങൾക്ക് വിജയിച്ച് കയറാൻ കഴിയും. അപ്പോൾ ത്രികോണ മത്സരമാണെങ്കിലും വേണ്ടി വരും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1,72,000 വോട്ടുകളാണ് കഴിഞ്ഞ തവണ പോൾ ചെയ്യപ്പെട്ടത്. 1,72,000 വോട്ടാണ് പോൾ ചെയ്യപ്പെട്ടത്. 5% എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും നിങ്ങൾ തൃപ്പൂണിത്തുറ നോക്കിക്കോളൂ, തൃക്കാക്കര നോക്കിക്കോളൂ, അതേപോലെ പുതുപ്പള്ളി നോക്കിക്കോളൂ, ചേലക്കര നോക്കിക്കോളൂ, പാലക്കാട് നോക്കിക്കോളൂ, ഒരു 5% ഡിക്ലൈൻ പല ഉപതെരഞ്ഞെടുപ്പുകളിലും നമുക്ക് കാണാം. അങ്ങനെ 5% കുറവ് ഉണ്ടാവുകയാണെങ്കിൽ
1,72,000 നിന്ന് ഒരുപക്ഷേ അത് 1,65,000 ചുരുങ്ങിയേക്കാം. 1,65,000 ചുരുങ്ങിയാൽ നമ്മളത് കമ്പയർ ചെയ്ത് 2016 അവിടെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കണക്കുള്ളത്. 2011 ആര്യാടൻ മുഹമ്മദ് നേടുന്ന 66,300 വോട്ട്, എനിക്കൊന്ന് 331 മറ്റോ ആണ്. ആ വോട്ടിനേക്കാൾ 5 വർഷം കഴിയുമ്പോൾ മകൻ നേടുന്നത് കേവലം 23 വോട്ടാണെന്ന് ആലോചിക്കണം. 66,331 എന്ന ആര്യാടൻ മുഹമ്മദിന്റെ വോട്ടിനോട് കേവലം 23 വോട്ട് മാത്രമേ ആര്യാടൻ ഷൗക്കത്തിന് കൂട്ടിച്ചേർക്കാൻ പറ്റിയിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ ആര്യാടൻ മുഹമ്മദ് പോലും 2011 ഉമ്മൻചാണ്ടിക്ക് അനുകൂലമായിട്ടൊരു ട്രെൻഡ് ഉണ്ടാവുമ്പോൾ അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ വരുന്ന തിരഞ്ഞെടുപ്പിൽ 2011 നേടുന്ന വോട്ട് എന്ന് പറയുന്നത് 66,351 അന്ന് തോമസ് മാത്യു നേടിയതാവട്ടെ 60,000-ലധികം വോട്ടുകളാണ്. അതവിടെ കിടക്കുന്നൊരു ബേസ് വോട്ടാണ്. അതിന് തൊട്ട് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിലാണ് ശ്രീരാമകൃഷ്ണൻ 69,000-ഓളം വോട്ടുകൾ പിടിക്കുന്നത്. ആ വോട്ടുകളിലാണ് യഥാർത്ഥത്തിൽ CPM-ന്റെ കണ്ണ്. അപ്പോൾ 1,72,000 വോട്ട് പോൾ ചെയ്തില്ലെങ്കിൽ പോലും 1,65,000 വോട്ട് പോൾ ചെയ്യപ്പെട്ടാൽ അതിൽ 69,000 വോട്ട് പിടിക്കുകയാണെങ്കിൽ അത് സ്വരാജിനെ സംബന്ധിച്ച് ഒരു അനുകൂലമായ ഘടകമാണെന്നുള്ളതാണ് CPM-ന്റെ കണക്കുകൂട്ടൽ. പക്ഷേ ഇവിടുത്തെ ഒരു അപകടം എന്ന് പറയുന്നത് ഇവിടെ PV അൻവർ പിടിക്കാൻ പോകുന്ന വോട്ടുകൾ ഏതായിരിക്കും? അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പോൾ എന്തുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയുമായി ഒരു ബാന്ധവത്തിന് VD സതീശനും UDF-ഉം തീരുമാനിക്കുന്നത്? അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അവിടെ ഒരു 3,000 മുതൽ 4,000 വോട്ട് കേഡർ വോട്ടായിട്ട് ഒറ്റയടിക്ക് പോരുക. അതിന് ഒരു പ്രശ്നമുണ്ട്. 4,000 വോട്ടേ ഉള്ളൂ സാറേ. ആയിക്കോട്ടെ, ചെറിയ കാര്യമല്ല ആന്റോ. ഞാൻ പറഞ്ഞല്ലോ സ്ട്രാറ്റജിക്കലി. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ തവണയും പറഞ്ഞത് VD സതീശന്റെ നീക്കം സ്ട്രാറ്റജിക്കലി ആ അർത്ഥത്തിൽ ശരിയായിരുന്നു. കാരണം എന്താ, ഒരു അനിവാര്യമായ സാഹചര്യമായിരുന്നു. പക്ഷേ VD സതീശൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ് അപകടത്തിൽ VD സതീശനെ കൊണ്ട് കാണിച്ചത്. അത് ഞാൻ കണക്ക് പറയാൻ പോവാ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ VD സതീശന്റെ കണക്കൂട്ടൽ വളരെ കൃത്യമാണ്. കാര്യം അവിടെയുള്ള പ്രധാനപ്പെട്ട പ്രബലമായ വിഭാഗങ്ങൾ ഇതാ. ഹിന്ദു വിഭാഗത്തിന്റെ വോട്ട് ഏറെക്കുറെ UDF-നും LDF-നും വീതിച്ചു പോകുന്നു. കുറച്ച് വോട്ട് 12,000 വോട്ടൊന്നും കിട്ടത്തില്ല BJP-ക്ക് എന്നുള്ളതാണ് ഞാനിപ്പോഴും മനസ്സിലാക്കുന്നത്. ഏറിപ്പോയ 5,000-6,000 വോട്ട് ഒരു പക്ഷേ BJP-ക്ക് കിട്ടിയേക്കാം ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ നിന്ന്. ബാക്കിയുള്ള വോട്ടുകൾ വീതിച്ചു പോകുമ്പോൾ അവിടെ ഏറ്റവും പ്രബലമായ വിഭാഗം എന്ന് പറയുന്നത് ഏതാ? പ്രബലമായ വിഭാഗം EK സുന്നി വിഭാഗമാണ്. അതായത് മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ ആ EK സുന്നി വിഭാഗങ്ങൾക്കിടയിലുള്ള വോട്ട് പൂർണ്ണമായിട്ടും ആർക്ക് കിട്ടില്ലെന്ന് വളരെ വ്യക്തമായിട്ട് UDF-ന് അറിയാം. അതിൽ ഒരു ചെറിയ ശതമാനം വോട്ട് എങ്ങോട്ട് പോകും? സ്വാഭാവികമായും PV അൻവറിന് പോകാനുള്ള സാധ്യതയുണ്ടെന്ന് അവർ ഭയക്കുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് AP വിഭാഗം വോട്ട്. ആ AP വിഭാഗം വോട്ടും കഴിഞ്ഞ തവണ ആർക്ക് കിട്ടിയിരുന്നു? PV അൻവറിന് കിട്ടിയത് കൊണ്ടാണ് 81,000-ലേക്ക് അത് കുതിച്ചു വരുന്നൊരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ആ വോട്ടുകളും പോവുകയാണെങ്കിൽ പിന്നെ ബാക്കി അവശേഷിക്കുന്നത് കുറച്ച് മുജാഹിദീൻ വോട്ടുകളാണ്. മുജാഹിദീൻ വോട്ടിൽ സിംഹഭാഗവും 2016-ലും 2021-ലും പോയിരിക്കുന്നത് PV അൻവറിനാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ മുജാഹിദീൻ വോട്ടിൽ 18,000-ഓളം വോട്ടുകൾ അവിടെയുണ്ട്. അപ്പോൾ ആ വോട്ടുകളിൽ നമുക്ക് ഉറപ്പില്ല. അപ്പോൾ ഉറപ്പിക്കാവുന്ന കേഡർ വോട്ടുകൾ എന്ന് പറഞ്ഞാൽ 4,000 വോട്ടാണ്. ഇത്തവണ SDP അവിടെ സ്ഥാനാർത്ഥി നിർത്തുകയും ചെയ്തിട്ടുണ്ട്. ആ വോട്ടുകളിൽ നിന്നും ഷിഫ്റ്റ് ചെയ്യാനുള്ള സാധ്യതയും കുറവാണ്. അവർ തദ്ദേശ തെരഞ്ഞെടുപ്പിന് നോക്കിയാണ് സ്ഥാനാർത്ഥി നിർത്തിയിരിക്കുന്നത്. അപ്പോൾ VD സതീശന്റെ കാൽക്കുലേഷൻ ആ അർത്ഥത്തിൽ ആ ഒരു എമർജൻസി സാഹചര്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് VD സതീശൻ ഈ കാൽക്കുലേഷൻ നടത്തുന്നത്. പക്ഷേ പിഴച്ചുപോയത് ജമാഅത്തെ ഇസ്ലാമിക്ക് കൊടുത്ത സർട്ടിഫിക്കറ്റാണ്. അത് തിരിച്ചടിച്ചപ്പോൾ അത് വലിയ വിവാദമാക്കി മാറ്റി LDF. അത് വിവാദമാക്കി മാറ്റിയപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്താ? മുജാഹിദീൻ വിഭാഗം വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ ജമാഅത്തെ ഇസ്ലാമി നയം മാറ്റി എന്ന നിലപാടിനോട് യോജിക്കാൻ കഴിയില്ല എന്നുള്ള കൃത്യമായ സ്റ്റാൻഡ് എടുത്തു. എന്ന് പറഞ്ഞാൽ അവിടെ നിന്നുള്ള വോട്ടുകളിൽ ഒരു ഭൂരിപക്ഷം UDF-ന് കിട്ടേണ്ടിയിരുന്ന വോട്ടുകൾ പോലും ആ ഘട്ടത്തിൽ തെന്നിമാറി. അത് ആന്റോ കൃഷ്ണൻ പറഞ്ഞത് കറക്റ്റാ. പക്ഷേ ലീഗ് അവിടെ വളരെ കൃത്യമായി പണിയെടുക്കുന്നുണ്ടെന്നേ. അതാണ് ഞാൻ പറഞ്ഞത്. EK സുന്നി വിഭാഗത്തിന്റെ വോട്ട് മാറുമോ എന്നുള്ളതാണ് ചോദ്യം. നിലവിൽ EK സുന്നി വിഭാഗത്തിന്റെ വോട്ട് വളരെ കുറച്ചേ ഷിഫ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളൂ എന്നാണ് ഗ്രൗണ്ടിൽ പറയുന്ന കാര്യം. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിലെ വളരെ പ്രധാനപ്പെട്ട നേതാക്കൾ പറയുന്നൊരു കാര്യം, അടുത്ത തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലടക്കം 2020-ലെ അവസ്ഥ ഉണ്ടാകാതിരിക്കണമെങ്കിൽ, കോൺഗ്രസ് കാലുവാരാതിരിക്കണമെന്നുണ്ടെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിനെ ആ മണ്ഡലത്തിൽ വിജയിപ്പിക്കേണ്ടത് ലീഗിൻ്റെ പ്രാദേശികമായ താല്പര്യമാണ്. അതിൻ്റെ അർത്ഥം 2026-ൽ ആര്യാടൻ ഷൗക്കത്താണ് സ്ഥാനാർത്ഥിയെങ്കിൽ ഇതേപോലെ ലീഗ് പ്രവർത്തിക്കുമെന്നല്ല. അതാണ് അവിടുത്തെ പൊളിറ്റിക്സ് വർക്ക് ചെയ്യുന്നത്. 2025 ഒക്ടോബർ നവംബർ മാസത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലീഗിന് വേണ്ടി കോൺഗ്രസ്സുകാർ പണിയെടുക്കണമെങ്കിൽ 2025-ൽ ഇവിടെ ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കണം. അതുകൊണ്ടാണ് ഈ പറയുന്ന ലീഗ് അവിടെ കൃത്യമായി പണിയെടുക്കുന്നു. EK വിഭാഗത്തിൽ നല്ല വോട്ട് കൃത്യമായിട്ട് UDF പോൾ ചെയ്യണമെന്ന് പറയുന്നത്. ഇതാണ് നിർണായകമായ. പക്ഷേ ഇവിടെ PV അൻവറിന് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയാൽ, PV അൻവർ ഒരു വഴി വെട്ടിയാൽ, EK വിഭാഗത്തിൽ നിന്ന് വോട്ട് പിളർന്നാൽ അത് ആര്യാടൻ ഷൗക്കത്തിനെ സംബന്ധിച്ച് ഈ സാർ പറഞ്ഞതിനകത്ത് ഒരു ചെറിയ
ഇതെന്ന് പറയുന്നത് ഇപ്പോൾ EK സുന്നി വിഭാഗം സമസ്ത വിഭാഗങ്ങളുടെ എല്ലാം ഭൂരിഭാഗം വോട്ടും ആർക്കാ വരുന്നത് ലീഗ് മുഖാന്തരം UDF-ലേക്ക് വരേണ്ടതായിരുന്നു. ആ വരേണ്ട വോട്ട് ഈ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള ബന്ധം കാരണം സ്പ്ലിറ്റ് ചെയ്യാനാണ് സാധ്യത കൂടുതൽ എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ അതൊരു വലിയ ഒരു വോട്ട് ബാങ്കാണ്. 19 മുതൽ അവരുടെ വോട്ട് കിട്ടുന്നുണ്ട് അല്ല, വലിയ വോട്ട് ഞാൻ ബാങ്കാണ്. ചോദിക്കാം എനിക്ക് ഞാൻ സ്മൃതിയോട് യോജിക്കുന്ന ഒരു പോയിന്റ് അതാ. കാര്യം 2019 ഇതേ നിലപാടായിരുന്നു. 2024 ഉപതെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിനെ ഒന്നും അങ്ങനെ ഇതാക്കില്ല സാറേ. ജമാഅത്തെ ഇസ്ലാമി ഏതെങ്കിലും UDF-ന്റെ നേതാക്കന്മാർ ഒന്ന് പറഞ്ഞു സ്മൃതി 2024 ഉപതെരഞ്ഞെടുപ്പിൽ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിക്ക് 65,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ആ മണ്ഡലം കൊടുത്തത്. അതാരുടെ കോട്ട? അതിനകത്ത് ഈ പറയുന്ന സമസ്തയുടെ വോട്ടുണ്ട്, മുജാഹിദീൻ്റെ വോട്ടുണ്ട്, AP വിഭാഗത്തിന്റെ വോട്ടുണ്ട്, ജമാഅത്തെ ഇസ്ലാമി അങ്ങനെയൊന്നും അല്ല സാർ. അതിലത് വേറെ പ്രശ്നമുണ്ട് സാറേ. 29,000 വോട്ടേ ഈ പറഞ്ഞ പിന്നെ LDF അന്നേരം കിട്ടി. ബാക്കി വോട്ട് മുഴുവൻ അങ്ങോട്ട് പോയി. അങ്ങനെ പ്രിയങ്ക ഗാന്ധി വന്ന് മത്സരിച്ചപ്പോൾ അവിടെയും ജമാഅത്തെ ഇസ്ലാമി UDF-നെ ജമാഅത്തെ ഇസ്ലാമി പ്രിയങ്ക ഗാന്ധിയെ പിന്തുണച്ചു. സമസ്തയൊക്കെ ഒറ്റയടിക്ക് തള്ളിയില്ലേ സാറേ? ലീഗിന്റെ നിലപാട് ഉമർ ഫൈസി മുക്കല്ലേ പറഞ്ഞു. ഉമർ ഫൈസി മുക്കമാണെന്ന് തോന്നുന്നു അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ മറുവിഭാഗം തള്ളിയിട്ടൊന്നുമില്ല. ഒരു വിഭാഗം ഞാൻ പറയുന്നത് അതിനകത്ത് ഒരു വിഭാഗം എല്ലാ കാലത്തും ആ ഒരു വിഭാഗം വോട്ടൊന്നും ലീഗിന് കിട്ടുന്ന വോട്ടല്ല, ലീഗ് വിരുദ്ധ സമസ്ത വിഭാഗത്തിന്റെ വോട്ടാണ്. അപ്പോൾ ആന്റോ അഗസ്റ്റിൻ ഇത്രേ ഉള്ളൂ, കണക്കുകൾ നിർണായകമാണ്. ആ നിർണായകമാകുന്നത് EK വിഭാഗത്തിൽ എത്ര വോട്ട് ഷിഫ്റ്റ് ചെയ്യുമെന്നുള്ളതിനാണ്. മുജാഹിദീൻ വോട്ട് PV Anwar കുറേ ഉറപ്പിക്കാൻ സാധിക്കും. അതാണ് PV Anwarന്റെ ഒരു സാധ്യത എന്ന് PV Anwar കാണുന്നത്. PV Anwar ആ അർത്ഥത്തിൽ താങ്കൾ പറഞ്ഞതുപോലെ 20,000-ന് മുകളിലേക്ക് വോട്ട് പിടിച്ചാൽ അത് ബാധിക്കാൻ പോകുന്നത്, ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് സ്വാഭാവികമായും ആര്യാടൻ ഷൗക്കത്തിനായിരിക്കും. പക്ഷേ ഒരു 15,000 വോട്ടിലേക്ക് അത് മാറിയാൽ, ഞാൻ ഇപ്പോഴും പറയുന്നു, കഴിഞ്ഞ തവണ പ്രകാശ് പിടിച്ച വോട്ട് കോൺഗ്രസിന് കൊടുക്കുന്ന ആത്മവിശ്വാസം ചെറുതല്ല. അതുകൊണ്ടാണ് അവർ പ്രാദേശികമായത് ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ. ഞാൻ നേരത്തെ പറയുന്ന കാര്യം ആദ്യം മുതൽ ഞാൻ പറയുന്ന കാര്യം, PV Anwar പിടിക്കുന്ന വോട്ടുകളിൽ LDF-ന് അനുകൂലമായി 2021 പോൾ ചെയ്യപ്പെട്ട വോട്ടുകളുണ്ട്. പ്രകാശിനെയും ആര്യാട ഷൗക്കത്തിനെയും നിങ്ങൾ ഒരേ തുലാസിൽ തൂക്കണ്ട. ആ തുലാസൊക്കെ VV പ്രകാശിന്റെ വളരെ താഴെയാണ് ആര്യാട ഷൗക്കത്ത്. കാരണം അതുകൊണ്ട് VV പ്രകാശിന് കിട്ടിയ വോട്ട് ആര്യാട ഷൗക്കത്തിന് കിട്ടുമെന്നൊന്നും പറഞ്ഞാൽ ആ വോട്ടൊന്നും അവിടെ നിന്ന് രാഷ്ട്രീയ സാഹചര്യമാണ്, അന്നത്തെ രാഷ്ട്രീയ സാഹചര്യമല്ല ഇപ്പോൾ. അതുകൊണ്ടാണ് ആര്യാട മുഹമ്മദും ആര്യാട ഷൗക്കത്ത് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു ചുരുക്കുന്നു. PV Anwar ഒരുപക്ഷേ ഈ തെരഞ്ഞെടുപ്പിലെ പ്ലെയർ ഓഫ് ദി സീരീസ് ആയിരിക്കാം. പക്ഷേ ജയിക്കുന്ന ടീം PV Anwarന്റെ ടീം ആയിരിക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. റോഡ് ഷോ 3 പേരുടെയും 3 ടീമിൻ്റെയും നടക്കുന്നത് കണ്ടിട്ട് എനിക്ക് തോന്നിയത് പ്രചാരണം മാത്രമല്ല, അവസാന റൗണ്ടിലേക്ക് എത്തുമ്പോഴേക്കും അതൊരു മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുകയാണ്. അല്ലെങ്കിൽ ഒരു പോരാട്ടത്തിൻ്റെ ഒരു, ഇപ്പോൾ നമ്മൾ ഈ ഗോദയിലൊക്കെ ഇറങ്ങിയതിന് ശേഷം ഏറ്റവും ഒടുവിലത്തെ റൗണ്ടിലേക്ക് എത്തുമ്പോൾ നമ്മൾ കാണുന്ന ആ റൗണ്ട് വിജയിച്ചാലേ നിങ്ങൾക്ക് വിജയം ഉറപ്പിക്കാൻ കഴിയൂ എന്ന ഒരു തരത്തിലേക്ക് എത്തുന്ന ആ ഒരു രീതിയിലേക്ക് PV Anwar കടന്നിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇടതുപക്ഷവും അതേ ലൈനിലേക്ക് പോവുകയാണ്. ഇന്ന് MV ഗോവിന്ദൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ഇപ്പോൾ ഭരണവിരുദ്ധ വികാരം 140 മണ്ഡലത്തിലും ഉണ്ടാകും എന്ന് പൊതുവെ നമുക്ക് പറഞ്ഞു പോകാമെങ്കിലും നിലമ്പൂരിൽ അതെങ്ങനെയാകും എന്നതാണ്. കാരണം ഭരണപക്ഷ MLA രാജിവെച്ചതിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. എന്നിട്ട് ആ ഭരണപക്ഷ MLA നേരെ വന്ന് അതായത് ഭരണപക്ഷത്തെ പാർട്ടിക്കെതിരെ മത്സരിക്കുകയാണ് മറുഭാഗത്ത് നിന്നുകൊണ്ട്. അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്ത് നിന്നുള്ള മത്സരവും നേരിടേണ്ടി വരികയാണ്. ഈ 9 വർഷക്കാലം ഈ മണ്ഡലത്തിൽ എന്തൊക്കെ സംഭവിച്ചു? കാരണം PV Anwar 2016 മുതൽ അവിടെ MLA ആയിരുന്നല്ലോ. അപ്പോൾ ആ മണ്ഡലത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു ഇടതുപക്ഷം എന്ന് പറഞ്ഞ് സ്ഥാപിക്കുമ്പോൾ അതെല്ലാം PV Anwar ചെയ്തതാണ് എന്ന്, അല്ലെങ്കിൽ PV Anwar എന്ന MLA ചെയ്തതാണ്, MLA ആയിരുന്നപ്പോൾ അയാളിലൂടെ ചെയ്തതാണ് എന്നതുകൂടി ഇടതുപക്ഷത്തിന് പറയേണ്ട ഒരു സാഹചര്യമാണ്. അങ്ങനെയാണല്ലോ സ്വാഭാവികമായും LDF വേഴ്സസ് UDF എന്നൊരു മത്സരമാണെങ്കിൽ പറയേണ്ടി വരിക. ഈ 9 വർഷക്കാലം ഞങ്ങൾ ഈ മണ്ഡലത്തിൽ ഇന്ന കാര്യങ്ങൾ ചെയ്തു. ആ മണ്ഡലത്തിലെ ഇപ്പോൾ നമ്മൾ ആകാശ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ നിലമ്പൂരിൽ നല്ല റോഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തത് PV Anwar MLA ആയിരിക്കുമ്പോൾ ഇടതുപക്ഷമാണ് എന്ന് സമർത്ഥിക്കുമ്പോൾ ആ MLA എവിടെ? ആ MLA തന്നെ ഈ ഇതേ ഇടത് സർക്കാരിനെ കുറ്റം പറഞ്ഞിട്ടാണല്ലോ എതിരെ ഇപ്പുറത്ത് വന്ന് മത്സരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ഒരു പോരാട്ടം എന്ന് പറയുന്നത് നേർക്കുനേർ അഭിമാന പോരാട്ടം നടത്തുന്നതിനും അപ്പുറത്തേക്ക് മാറിയിട്ടുണ്ട് എന്നതാണ് എൻ്റെ വിലയിരുത്തൽ. MV ഗോവിന്ദൻ മാസ്റ്ററോട് ഇന്ന് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് വർഗീയതയ്ക്കെതിരാണ് പോരാട്ടം. ജമാഅത്തെ ഇസ്ലാമി എന്ന ഒറ്റ വിഷയത്തിൽ ഈ അവസാന ദിനങ്ങളിലും ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ പ്രചാരണം നടത്തിയ ശേഷം മറ്റു വിഷയങ്ങളിലേക്ക് മാറുമെന്ന ഒരു തോന്നൽ ഇടയ്ക്ക് ഉണ്ടായിരുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസത്തെ വിവാദമൊക്കെ ആ ഒരു ഒറ്റ ദിവസം മാത്രം ചർച്ച ചെയ്തതിനു ശേഷം തിരിച്ച് വീണ്ടും ജമാഅത്തെ ഇസ്ലാമി
ഇസ്ലാമി എന്ന ഗോൾ പോസ്റ്റിലേക്ക് തന്നെ ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇടതുപക്ഷം. ഇന്നത്തെ ദിവസവും അതിൽ ഊന്നി തന്നെയാണ് സംസാരിച്ചത്. മുഖ്യമന്ത്രിയായാലും MV ഗോവിന്ദനായാലും വർഗീയതയ്ക്കെതിരാണ് പോരാട്ടമെന്ന് MV ഗോവിന്ദൻ പറയുന്നു. അതോടൊപ്പം തന്നെ ഭരണത്തിന്റെ വിലയിരുത്തലാണോ എന്ന് ചോദിക്കുമ്പോൾ വളരെ കോൺഫിഡന്റ് ആയിട്ട് പറയുകയാണ്, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഭരണത്തിന്റെ വിലയിരുത്തൽ ആകട്ടെ, ഭരണത്തെ വിലയിരുത്തുന്നതിനോട് ഒരു എതിർപ്പുമില്ല. അപ്പോൾ ആ കോൺഫിഡൻസ് എവിടെ നിന്നാണ് വരുന്നത് എന്നതാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. ഈ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള കൂട്ടുകെട്ടിനെതിരായ ഒരു വിധിയെഴുത്തായി നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലം വരും എന്ന് ഇടതുപക്ഷം കരുതുന്നുണ്ട് എന്നതിന്റെ ഒരു സൂചനകൾ മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പോത്തുകല്ലിലെ പ്രസംഗത്തിൽ കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട്. പോത്തുകല്ലിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് കേരളത്തിലെ എല്ലാ മുസ്ലിം സംഘടനകളും ജമാഅത്തെ ഇസ്ലാമിയെ അകറ്റി നിർത്തിയതാണ്. മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ അറിവോടെയാണ് കോൺഗ്രസ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ടത്. പോത്തുകല്ലിലെ പൊതുയോഗത്തിൽ മുഖ്യമന്ത്രി വളരെ ഡയറക്റ്റ് ആയിട്ട് ഇക്കാര്യം തന്നെ എടുത്തു പറയുന്നു, അല്ലെങ്കിൽ ആവർത്തിക്കുന്നു എന്നത് ഒരു സൂചന തന്നെയാണ്. ഇനിയിപ്പോൾ ചൊവ്വാഴ്ച വരെയാണ് പരസ്യ പ്രചാരണത്തിനുള്ള സമയം. ഒരു കാര്യം ആവർത്തിച്ചുറപ്പിക്കുന്നത് ആളുകളുടെ മനസ്സിൽ അത് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയാണ്. അത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി തന്നെ ചെയ്യുകയാണ്. അപ്പോൾ മുസ്ലിങ്ങൾ എല്ലാവരും ജമാഅത്തെ ഇസ്ലാമിക്ക് അനുകൂലമല്ല. മുസ്ലിം രാഷ്ട്രം, മതരാഷ്ട്രം രൂപീകരിക്കുക എന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ നയത്തിന് മുസ്ലിങ്ങളെല്ലാം അനുകൂലമല്ല. അതൊരു വസ്തുതയാണ്, യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ ഇവിടെ ആരാണ് അങ്ങനെ അല്ലാതാക്കി മാറ്റാൻ ശ്രമിക്കുന്നത്? അതിന്റെ ഉത്തരം UDF എന്നതാണ്. UDF സംവിധാനം ഒന്നിച്ചാണ് വെൽഫെയർ പാർട്ടിയുടെ വോട്ട് നേടാൻ തീരുമാനിച്ചത് എന്ന് VD സതീശൻ പറയുമ്പോൾ അതിൽ ലീഗും ഉൾപ്പെടുന്നു. അതേക്കുറിച്ച് പിന്നീട് വിശദമായി പറയാം എന്ന് പറയുന്നതല്ലാതെ ജമാഅത്തെ ഇസ്ലാമിയുടെ അസ്തിത്വം എന്താണ് എന്ന ചോദ്യത്തിന് ലീഗിന്റെ ഒരു നേതാവ് പോലും ഈ നിമിഷം വരെ മറുപടി പറയുന്നില്ല എന്നതും ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നിലമ്പൂരിൽ വന്ന് മുഖ്യമന്ത്രി ഇക്കാര്യം ആവർത്തിച്ച് ഉറപ്പിക്കാൻ ശ്രമിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ ഇങ്ങനെയാണ്. ടു കോട്ട് CM, ജമാഅത്തെ ഇസ്ലാമി നമ്മുടെ നാട്ടിൽ അപരിചിതമായ ഒന്നല്ല, എല്ലാവർക്കും പരിചിതമായ പേരാണ്. അവരെ കൂടെ കൂട്ടാൻ പറ്റില്ല എന്ന നിലപാട് നാട് നേരത്തെ സ്വീകരിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ അറിവോടെയാണ് ബന്ധപ്പെട്ടത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞ പാണക്കാട് ശിഹാബ് തങ്ങളും ഹൈദരലി തങ്ങളും ജമാഅത്തെ ഇസ്ലാമിയുടെ ക്ഷണം സ്വീകരിച്ചിട്ടും അവരുടെ വേദികളിൽ പങ്കെടുത്തില്ല എന്ന കാര്യം കൂടി ആവർത്തിച്ചുറപ്പിക്കുന്നത് അവിടുത്തെ മുസ്ലിം വോട്ടുകൾ കൃത്യമായി ഇപ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്യിക്കുന്നതിന് വേണ്ടിയാണ്. ഒന്നുകിൽ PV അൻവറിന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തേക്ക് വോട്ടുകൾ മാറ്റാൻ ഈ ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ടിനെ കുറിച്ചുള്ള ആവർത്തിച്ചുള്ള ഈ വാചകങ്ങൾ ഉപയോഗപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. സ്വാഭാവികമായും കൂടുതൽ സാധ്യത കിടക്കുന്നത് PV അൻവറിനാണ്. കാരണം ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള കൂട്ടുകെട്ടിനെ പറ്റി, UDFന്റെ ഈ നയത്തെപ്പറ്റി മുഖ്യമന്ത്രി വിമർശിക്കുമ്പോൾ PV അൻവറുടെ മറുഭാഗത്ത് കൂടി ജമാഅത്തെ ഇസ്ലാമിയുമായി ചേരാതെ നിൽക്കുന്ന ലീഗിലെ വോട്ടുകളടക്കം കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു സാഹചര്യം അവിടെയുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് AICCയുടെ ഭാഗത്ത് നിന്ന് KC വേണുഗോപാൽ അടക്കം അത് എൻഡോഴ്സ് ചെയ്യുന്നത് നമ്മൾ കാണുന്നില്ല. ഇന്ന് പ്രിയങ്ക ഗാന്ധി പ്രസംഗിക്കുമ്പോൾ പ്രിയങ്ക ഗാന്ധി മൂത്തേടത്തും ചന്തക്കുന്നിലും പ്രസംഗിക്കുന്നുണ്ട്. എന്നാൽ അവിടെയൊന്നും ഈ ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തെക്കുറിച്ച് പറയാൻ പ്രിയങ്ക ഗാന്ധി തയ്യാറാകുന്നില്ല. അല്ലെങ്കിൽ അവരുടെ പ്രസംഗത്തിൽ കൂടുതൽ സമയവും അവർ പറയുന്നത് വന്യജീവി പ്രശ്നത്തെക്കുറിച്ചും ആശാസമരത്തെക്കുറിച്ചും പെൻഷനെക്കുറിച്ചും ഒക്കെയാണ്. അപ്പോൾ ഈ ഒരു വിഷയം അവരെല്ലാവരും മാറ്റിവെക്കുകയാണ്. അത് പിന്നീട് പറയാമെന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനം നടത്തിയ സാദിഖ് അലി തങ്ങളെ കൊണ്ട് അതിന് മറുപടി പറയിക്കാതെ PK കുഞ്ഞാലിക്കുട്ടി മാറ്റിവിടുകയാണ്. സംസാരിക്കുന്ന ലീഗ് നേതാക്കളെല്ലാം ഈ നിമിഷം വരെ ആരും ഈ വാദം അത് ശരിയാണെന്നോ തെറ്റാണെന്നോ പറയാതെ അതിൽ നിന്ന് സ്ലിപ്പ് ചെയ്യുകയാണ്. അങ്ങനെ സ്ലിപ്പ് ചെയ്യുന്ന ആ നിലപാട് അത് കേവലം കുറച്ച് വോട്ടുകൾക്ക് വേണ്ടിയാണ്. ഇപ്പോൾ നിങ്ങളൊക്കെ പറഞ്ഞതുപോലെ 4000 വോട്ടാണ് ഉള്ളതെങ്കിൽ ആ 4000 വോട്ടിന് വേണ്ടി ലീഗിന്റെ വോട്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ പോയാലും ഒരു 40,000 വോട്ടെങ്കിലും കാണുമല്ലോ ലീഗിന്, അല്ലെങ്കിൽ ലീഗിന് സ്വാധീനിക്കാൻ കഴിയുന്ന വോട്ട് എന്നുള്ളത് ആ മണ്ഡലത്തിൽ ഒരു 40,000 എങ്കിലും വരുമല്ലോ. അപ്പോൾ 4000 ആണോ 40,000 ആണോ വലുത്? ആ 40,000 ആളുകളുടെ മനസ്സിലേക്ക് ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ കൂട്ടിയാൽ മാത്രമേ ജയിക്കാൻ കഴിയൂ എന്നൊരു തീരുമാനം കൊണ്ടുവന്ന് വെക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ അംഗീകരിക്കാത്ത നിലമ്പൂരിലെ മുസ്ലിങ്ങൾ എടുക്കാൻ പോകുന്ന നിലപാടെന്ന് പറയുന്നത് പ്രധാനപ്പെട്ടത് തന്നെയാണ്. അതിനെയാണ് എൻകാഷ് ചെയ്യാനായിട്ട് ഇപ്പോൾ PV അൻവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ഇപ്പോൾ നല്ല മഴയാണ്, റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു മഴക്കാലത്ത് പ്രചാരണത്തിൽ കുറച്ച് ആളുകളുടെയൊക്കെ ഒരു ശോഷണം ഉണ്ടാകും, അല്ലെങ്കിൽ കുറച്ച് പേരൊക്കെ വിട്ടുനിൽക്കും, വഴികളിലൊക്കെ ആൾക്കൂട്ടം ഉണ്ടാകാതിരിക്കും. എന്നാൽ ഇന്ന് നടന്ന 3 പരിപാടികൾ, ആര്യാടൻ ഷൗക്കത്തിനായി പ്രചാരണത്തിനായി പ്രിയങ്ക ഗാന്ധി എത്തുന്നു. അതുപോലെ തന്നെ M സ്വരാജിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വിവിധ പൊതുയോഗങ്ങളിൽ സംസാരിക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ അതേ രീതിയിൽ അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടി ആളെ കൂട്ടുന്ന രീതിയിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി കത്രിക ചിഹ്നത്തിൽ മത്സരിക്കുന്ന PV അൻവർ ആളെ കൂട്ടുകയാണ്. അത് യൂസഫ് പഠാനെ കാണാൻ വേണ്ടി വന്ന ആളാണോ അതോ PV അൻവർ എന്ന് പറയുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിക്കുള്ള പിന്തുണയാണോ എന്നതുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ അറിയാൻ പോവുകയാണ്. യൂസഫ് പഠാനും മഹുവ മൊയ്ത്രയും ഒക്കെ എത്തുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. മാത്രമല്ല PV അൻവറിന്റെ ഇന്ന് ഉച്ചയോട് കൂടിയിട്ട ഫേസ്ബുക്ക് പോസ്റ്റ് ഗതാഗത കുരുക്കുണ്ടാകും, അതുകൊണ്ട് നിങ്ങൾ യാത്രാ സൗകര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കണം എന്നൊക്കെ സംബന്ധിച്ചുള്ളൊരു പോസ്റ്റൊക്കെ അൻവർ ഇട്ടിരുന്നു. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഇത്രയധികം വാഹനങ്ങൾ വരുമോ, ആളുകൾ വരുമോ എന്നൊക്കെയുള്ളൊരു തോന്നൽ ഒരു പക്ഷേ ഉണ്ടായേക്കാം. പക്ഷേ ഇന്നത്തെ ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടാൽ ആ ജാഥയിൽ ആൾക്കൂട്ടം ഉണ്ടായിരുന്നു എന്നത് വ്യക്തമാണ്. ആ ആൾക്കൂട്ടം കാണാൻ വേണ്ടിയിട്ടാണെങ്കിൽ വണ്ടി എടുത്ത് പുറകെ നടക്കുമോ? അല്ല, യൂസഫ് പഠാനെ കാണാൻ വരുന്നവരാണെങ്കിൽ അൻവറിനെ ജയ് വിളിക്കേണ്ട കാര്യമില്ല. യൂസഫ് പഠാനെ കണ്ടിട്ട് പോയാൽ മതി. അവിടെ വന്നു നിൽക്കുന്ന ആളുകൾ, വഴിയുടെ ഓരത്ത് നിൽക്കുന്ന ആളുകളും പലരെയും ചേലക്കര കണ്ടിരുന്നു.
ഓക്കെ, അത് സുയാലുക്കൾക്ക് എന്തും പറയാമല്ലോ. അവിടെ മത്സരിച്ചത് സുധീർ ആണെങ്കിൽ ഞാൻ താങ്കളെ അല്ല കേട്ടോ ഉദ്ദേശിച്ചത്, അങ്ങനെയൊക്കെ പറയുന്ന ആളുകളെയല്ല. ഞാൻ ആ വന്നവരിൽ വണ്ടിയൊക്കെ ഓടിച്ചു വന്ന പലരുടെയും മുഖം കണ്ടപ്പോൾ ചേലക്കര കണ്ട പോലെ തോന്നി, അത്രയേ പറഞ്ഞുള്ളൂ. ഓക്കെ, ഡോക്ടർ അരുണിന് നല്ല ഓർമ്മശക്തിയല്ല, എന്നും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. എന്തായാലും ഇവിടെ ഇപ്പോൾ ഈ ആൾക്കൂട്ടം വരുമ്പോൾ ഞാൻ അതേക്കുറിച്ചും പറഞ്ഞു വരാം. ആൾക്കൂട്ടം വരുമ്പോൾ ആൾക്കൂട്ടത്തെ പുറമേ നിന്ന് ഇറക്കിയതാണ്, അല്ലെങ്കിൽ 500 രൂപയും ബിരിയാണിയുമാണ്, അതുമല്ല എന്നുണ്ടെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റുകളെ ഇറക്കിയതാണ് എന്നൊക്കെയുള്ള വാദങ്ങളാണ് ഉള്ളതെങ്കിൽ 19-ാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ PV അൻവറിന് ആത്മവിശ്വാസത്തോടെ ഇപ്പോഴും ആവർത്തിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? അവിടെ സുധീർ മത്സരിക്കുന്നതും അതുപോലെ തന്നെ മിൻഹാജിനെ മത്സരിപ്പിക്കാൻ നിർത്തി പിന്നീട് പിന്മാറി. അപ്പോൾ സുധീർ മത്സരിക്കുന്നത് പോലെയാണോ സ്വന്തം മണ്ഡലത്തിൽ, അതായത് MLA ആയിരുന്ന മണ്ഡലത്തിൽ ഒരാൾ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിന് ഇറങ്ങുകയാണ്? അങ്ങനെ PV അൻവറിനെ എഴുതി തള്ളേണ്ടതില്ല, പുച്ഛിക്കേണ്ടതും പരിഹസിക്കേണ്ടതും ഇല്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ ടേക്ക്. കാരണം അയാൾ മത്സരിക്കട്ടെ, അയാളുടെ കരുത്ത് എത്രത്തോളം ഉണ്ട്. ഇപ്പോൾ മുന്നണികൾ ഭയപ്പെടുന്നുവെന്ന് താങ്കൾ തന്നെയാണല്ലോ പറഞ്ഞത്, അതിനുശേഷമാണല്ലോ ഇപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റിലേക്കും എത്തുന്നത്. അപ്പോൾ മുന്നണികൾ ഭയപ്പെടുന്ന രീതിയിൽ എവിടെ നിന്നാണ് വോട്ട് കൊണ്ടുപോവുക എന്ന ഒരു തോന്നൽ അത് ഉണ്ടാക്കാൻ അൻവറിന് സാധിക്കുന്നുണ്ടെങ്കിൽ അയാൾ ഒരു പോരാളിയാണ്, അയാൾ ഒരു ഫൈറ്ററാണ്, അയാൾ ഒരു കോസിന് വേണ്ടിയാണ് രാജിവെച്ചതെന്ന് പറയുന്നു. അതിനുവേണ്ടി തന്നെ അയാൾ ഉറച്ചു നിൽക്കുന്നു. അവസാനം ഗതികെട്ട് മത്സരിക്കാൻ ഇറങ്ങേണ്ടി വരുന്നു. കാരണം അയാളെ UDF-ൽ കൂടെ കൂട്ടുമെന്ന് പറഞ്ഞ് ആ രീതിയിൽ ഇടതുപക്ഷത്തിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെയൊക്കെ ആവർത്തിച്ച് പറയിപ്പിച്ചതിന് ശേഷം വഴിയിലിട്ടിട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ അയാൾക്ക് ആ വഴിയിൽ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ അയാൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയല്ലാതെ മറ്റൊരു ചോയ്സ് ഇല്ല. അത് അയാൾ ചെയ്യുന്നു. അയാളുടെ പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു മുതിർന്ന നേതാവ് തന്നെ യൂസഫ് പഠാൻ തന്നെ ഒരു മുൻ ക്രിക്കറ്റ് താരമാണ്. മുൻ ക്രിക്കറ്റ് താരം എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ് ആണ്. അയാൾ വരുന്നു. ഇപ്പോൾ മുകേഷ് MLA വരുമ്പോഴേക്കും സിനിമാ താരത്തിലെ MLA ആക്കിയത്. അതുപോലെ യൂസഫ് പഠാൻ വരുമ്പോൾ അതനുസരിച്ചുള്ള ആളും ഉണ്ടാകും. തൃണമൂൽ കോൺഗ്രസിന്റെ പതാകകൾ നമ്മൾ കണ്ടിരുന്നു. സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് വേണ്ടി തൃണമൂൽ കോൺഗ്രസ് ഇറങ്ങുന്നതാണ്. അപ്പോൾ നമ്മൾ എല്ലാവരുടെയും പോരാട്ടം എന്ന് പറയുന്നത് അതിനൊരു ഡിഗ്നിറ്റി കൊടുത്ത് സംസാരിക്കണം എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ ടേക്ക്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഇനിയിപ്പോൾ ഈ പെൻഷനെ കുറിച്ച് പറയാം. പ്രിയങ്ക ഗാന്ധി എന്ന് പറഞ്ഞത് എന്താണ്? LDF പെൻഷനെ രാഷ്ട്രീയവൽക്കരിച്ചു. അത് KC വേണുഗോപാൽ പറഞ്ഞതിനുള്ള ഒരു എൻഡോഴ്സ്മെന്റ് AICCയുടെ ജനറൽ സെക്രട്ടറി ആണല്ലോ പ്രിയങ്ക ഗാന്ധി. അപ്പോൾ കോൺഗ്രസിന്റെ ഒരു പ്രഖ്യാപിത നിലപാടായി നമുക്കതിനെ കാണാം. കാരണം ദേശീയ നേതൃത്വത്തിന്റെ ഭാഗമായ പ്രിയങ്ക ഗാന്ധി എന്ന MP-യും വന്ന് പറയുന്നത് പെൻഷൻ സമയത്ത് നൽകേണ്ടതാണ്, തോന്നുമ്പോൾ നൽകേണ്ടതല്ല. അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ് അവർ നടത്തിയത്. അതിനാണ് മുഖ്യമന്ത്രി മറുപടി പറയുന്നത്. അപ്പോൾ ആ മറുപടി ഏത് രീതിയിലാണ് ഇനിയിപ്പോൾ പ്രതിഫലിക്കാൻ പോവുക? പെൻഷൻ കിട്ടുന്നുണ്ടോ? പെൻഷൻ കിട്ടിയവരെല്ലാവരും പെൻഷൻ തന്ന സർക്കാരിന് അനുകൂലമായി വോട്ട് ചെയ്യുമോ? അതോ പെൻഷൻകാരൊക്കെ അൻവറിനെ ചതിച്ച മുന്നണികൾക്ക് എതിരായി വോട്ട് ചെയ്യുമോ? അതുകൂടി നമുക്ക് എന്തായാലും കാണേണ്ടിയിരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ PV അൻവർ കളി ജയിക്കില്ല, അല്ലെങ്കിൽ PV അൻവർ പ്ലെയർ ഓഫ് ദ മാച്ച് ആകില്ല എന്ന് നമ്മൾ ഇപ്പോഴേ ഒരു ജഡ്ജ്മെന്റിലേക്ക് പോകേണ്ട. കാരണം പല കളികളും ജയിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് ജയം ഉറപ്പിച്ചവരെ തോൽപ്പിക്കുക എന്നത്. കാരണം ഫൈനലിൽ ആര് വിജയിക്കണമെന്ന് തോൽപ്പിക്കുന്നയാൾ അത് PV അൻവർ ആയിക്കൂടാ എന്നില്ലല്ലോ. അതുകൊണ്ട് എഴുതി തള്ളേണ്ടതില്ല ഈ ഘട്ടത്തിൽ എന്നതാണ് എൻ്റെ അഭിപ്രായം. അതോടൊപ്പം തന്നെ PV അൻവർ ഇപ്പോൾ ജനങ്ങൾക്ക് നേരിട്ട് വിളിക്കുമ്പോൾ കിട്ടുന്ന ഒരു MLA അങ്ങനെ ആയിരുന്നത് കൊണ്ടാകുമല്ലോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2021 VV പ്രകാശ് എന്ന് പറയുന്ന ജനകീയനായ ആൾ, ആര്യാടൻ ഷൗക്കത്തിനേക്കാൾ സ്വന്തം നിലയിൽ തന്നെ വോട്ടുകളുള്ള മണ്ഡലത്തിൽ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോഴും ഭൂരിപക്ഷം കുറയുന്നതല്ലാതെ അൻവറിനെ തോൽപ്പിക്കാൻ അവിടെ കഴിയുന്നില്ല. അയാൾ അവിടെ പ്രചാരണത്തിനുണ്ടായിരുന്നത് ഏകദേശം കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് എന്നതും നമ്മുടെ മുന്നിലുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ ക്രാഷ് ലാൻഡ് ചെയ്ത് വന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച PV അൻവറിനേക്കാൾ ഇപ്പോൾ കുറെ കാലമായി ആ മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ തന്നെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അൻവറിന്റെ വാദങ്ങൾ ഏറ്റെടുക്കുന്ന UDF-നെയാണ് നമ്മൾ കാണുന്നത്, അല്ലാതെ UDF സ്വന്തം നിലയ്ക്ക് കൊണ്ടുവരുന്നതല്ല. അപ്പോൾ ഇടനിലക്കാരില്ലാതെ ബന്ധപ്പെടാൻ കഴിയുന്ന അൻവർ സ്വതന്ത്രനായി നമുക്കൊപ്പം തുടരട്ടെ എന്ന് ആ മണ്ഡലം തീരുമാനിച്ചാൽ തെറ്റ് പറയാൻ കഴിയില്ല. അങ്ങനെ വീഴുന്ന വോട്ടുകൾ ആരുടെ ചങ്കിടിപ്പ് കൂട്ടുമെന്നറിയാൻ 23 വരെ കാത്തിരുന്നേ പറ്റൂ. ഒന്നും എഴുതിത്തള്ളാനോ അല്ലെങ്കിൽ ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാനോ കഴിയാത്ത തരത്തിലാണ് നിലമ്പൂരിന്റെ നിലവിലത്തെ രാഷ്ട്രീയം എന്നതാണ് എൻ്റെ അഭിപ്രായം. ഒരു കണക്കൂടി ഞാൻ പറയാം കേട്ടോ. അതായത് ഈ നിലമ്പൂർ മണ്ഡലത്തിൽ അതിനെക്കുറിച്ച് പറയുന്ന സമയത്തൊരു ജനറലോളജി ചോദ്യമാണ്. കേരളത്തിൽ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ വീടുകൾ വെച്ചു കൊടുത്ത പഞ്ചായത്ത് ഏതാണെന്നറിയുമോ? ഏറ്റവും കൂടുതൽ വീടുകൾ വെച്ചു കൊടുത്ത പഞ്ചായത്തിന് മാത്രമല്ല, അതിനുള്ള ബഹുമതി കിട്ടിയ പഞ്ചായത്ത്. അതായത് ലൈഫ് മിഷൻ ലിസ്റ്റിലെ 91% പേരും കരാർ വയ്ക്കുകയും 80% പേർക്ക് 2024 ഡിസംബർ ആകുമ്പോഴേക്കും വീട് നിർമ്മിച്ചു കൊടുക്കുകയും ചെയ്ത ഒരേ ഒരു പഞ്ചായത്തേ ഉള്ളൂ. അത് അമരമ്പലം പഞ്ചായത്താണ്. ആ അമരമ്പലം പഞ്ചായത്ത് ഈ നിലമ്പൂർ മണ്ഡലത്തിലെ ഒരു പ്രധാനപ്പെട്ട പഞ്ചായത്ത് കൂടിയാണ്. ഇപ്പോൾ ലൈഫ് മിഷൻ അടക്കമുള്ള വിഷയങ്ങളും അവിടെ ചർച്ചയാവും. അങ്ങനെയൊക്കെയാണ് ചർച്ച നടക്കേണ്ടത്. ഭരണവിരുദ്ധ വികാരവും വികസന അവിടെ അതാണ് ഞാൻ ആദ്യമേ ചോദിച്ചത്. അത് MLA-ക്കല്ല ക്രെഡിറ്റ്. കാരണം അറിയോ, അല്ലല്ല, ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നത് ആരാന്നറിയോ? പഞ്ചായത്താണ്.
ആ പഞ്ചായത്ത് ഭരിക്കുന്നതും ഇപ്പം അറിയാമല്ലോ. മാത്രമല്ല ആ പഞ്ചായത്ത് മുൻകൈ എടുത്തുകൊണ്ട് നടത്തിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 100% വീടുകളും അമരമ്പലത്ത് ഇപ്പോൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുക. അതൊരു പ്രധാനപ്പെട്ട കാര്യം. അതിന് ഗുണഭോക്താക്കളൊക്കെ അമരമ്പലത്തും നിലമ്പൂരിലും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വികസനം ഒരു പ്രധാനപ്പെട്ട വിഷയമായി വരണം അവിടെ ചർച്ച ചെയ്യാൻ. അത് വരരുത് എന്ന് ആഗ്രഹിക്കുമ്പോഴാണ് പെൻഷൻ കൈക്കൂലിയാവുന്നത്, ഈ പറഞ്ഞതുപോലെ വൈദ്യുതി കമ്പിയിൽ നിന്ന് മോഷ്ടിച്ചതിനെ സർക്കാർ സ്പോൺസേഡ് കൊലപാതകമാകുന്നത്. അതൊക്കെ വരുന്നൊരു സാഹചര്യമാണെന്ന് പൊതുവെ വിലയിരുത്തൽ. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. സ്പോയിലർ ആകുമോ, കിങ് മേക്കർ ആവുമോ, കിങ് വീടിന്റെ പറഞ്ഞപ്പോഴാണ് ആദിവാസികൾ ഭൂസമരത്തിലാണ്. അതെ, എന്താ കാരണം? വീട് കിട്ടാത്തതിന് സ്ഥലം കൊടുത്തിട്ടില്ല. ആ സ്ഥലം കൊടുക്കുക ആദ്യമായിട്ട് ഈ ചെങ്ങറയിലാണെങ്കിലും ശരി, മുത്തങ്ങയിലാണെങ്കിലും ശരി, ആദിവാസിയുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആദിവാസികളെ എന്നും ഈ പറയുന്ന ഇരസ്ഥാനത്ത് നിർത്തുകയും ആദിവാസികൾക്ക് ഭൂമി നിഷേധിക്കപ്പെടുകയും ചെയ്തതിന്റെ നിയമങ്ങൾ ആരാ കൊണ്ടുവന്നത്? സുജിയ, അവർക്ക് എത്രയാണ് വാഗ്ദാനം അവിടെ സമരം തുടങ്ങിയിട്ട് അവിടെ ആരെയും കണ്ടായിരുന്നോ? ആരെയും കണ്ടിട്ടില്ല. അല്ല, അവിടെ 2-3 മാസമായി സമരം തുടങ്ങിയിട്ട് അവിടെ ആരെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അവിടെ സമരം തുടങ്ങിയിട്ട് 2-3 മാസമായി. വാഗ്ദാനം ചെയ്ത ഏക്കർ ഇങ്ങനെ കുറഞ്ഞു വരിക. അപ്പൊ മുത്തങ്ങ തന്നെ നിലപാടുകളുടെ കാര്യമാണ്. താരതമ്യം ചെയ്യല്ലോ. അവിടെ ഇരിക്കുന്ന മനുഷ്യർക്ക് അതിനുള്ള ബോധ്യമുണ്ടല്ലോ. അവർ വോട്ടറിനെ തീരുമാനിക്കട്ടെ. അവർ തീരുമാനിക്കട്ടെ. നമ്മളിപ്പോൾ ആശാ വർക്കർമാരുടെ സമരത്തെ കുറിച്ച് പറഞ്ഞില്ലേ, അവർ പോയി ഒരു തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ പ്രചരണത്തിന്റെ ഭാഗമാവുകയല്ലേ ചെയ്തത്. അപ്പോൾ ആശാ വർക്കർമാര് എന്തിനാണ് സമരം ചെയ്തത്, ഇപ്പോൾ അവരുടെ നിലപാട് എന്താണ്, അതിനകത്ത് രാഷ്ട്രീയ താല്പര്യം ഉണ്ടായിരുന്നു എന്നൊക്കെ ജനങ്ങൾ കാണുകയല്ലേ. ജനങ്ങൾ കാണുകയാണ്. ഇത്ര മാസമായിട്ട് സമരം ചെയ്തവർക്ക് സർക്കാരിന് എതിരായ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിൽ പ്രതികരിക്കണം തോന്നുന്നു. അതിപ്പോ ഇതാണ് ഈ എം.എൽ.എ. ചോദ്യമുള്ളൂ. ഈ എം.എൽ.എ. ജയിച്ചു വരുന്നത് കൊണ്ട് ആശാ വർക്കർമാരുടെ ശമ്പളം മാറ്റുന്ന രീതിയിൽ സർക്കാർ മാറുമോ? അങ്ങനെയാണോ ഈ ഒരു എം.എൽ.എ. അവിടെ ഈ എം.എൽ.എ. സ്വരാജ് ഇവിടെ തോൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആശാ വർക്കർമാരിൽ ഒരു വിഭാഗം ആളുകൾ സമരം ചെയ്യുമ്പോൾ അവിടുത്തെ രാഷ്ട്രീയം വളരെ അതിനുള്ള എല്ലാ അവകാശങ്ങളും അവർക്കുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നിട്ട് ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല എന്ന് മാത്രം പറയരുത്, അത്രേ ഉള്ളൂ. അല്ല, പാലക്കാട്ടിലുള്ള കുട്ടികളുടെ അമ്മേനെ കൊണ്ടുപോയി മറ്റേ ഇവിടെ മത്സരിപ്പിച്ചു. വാളയാറിലെ അമ്മ ഇതേപോലെ നടത്തിയിരുന്നു. ധർമ്മടത്ത് മത്സരിപ്പിക്കുക മാത്രമല്ല, പല നേതാക്കളും ആ അമ്മയെ മുന്നിൽ നിർത്തിക്കൊണ്ട് സെൽഫി എടുത്ത് വലിയ പ്രചരണ രംഗത്ത് വരികയും ചെയ്തു. ഇപ്പൊ വാളയാറമ്മ ഇപ്പൊ എന്താ സാംസ്കാരിക നയന്മാരെ പോലെയാണോ വാളയാറിലെ അമ്മ? വാളയാറമ്മയുടെ കാര്യമില്ല, സാഹിത്യ അതാണ് സാഹിത്യ സാംസ്കാരിക നായകന്മാർക്ക് അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ വ്യക്തമാക്കുന്നതിന് ഇവിടെ തടസ്സമുള്ളത്. അതേപോലെ അങ്ങനെയാണെങ്കിൽ അവർ വ്യക്തമായി പറയുന്നത് എനിക്ക് ചെയ്യാം. ആർക്കും രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നതിന് തടസ്സമില്ല. പക്ഷേ രാഷ്ട്രീയമില്ല ഞങ്ങൾക്ക് എന്ന് പറയരുത്. രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ഒരു സമരവേദി രംഗത്തെത്തുമ്പോൾ അവർക്ക് നിശ്ചയമായും ഒരു രാഷ്ട്രീയമുണ്ട്. അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ല, ഈ സാംസ്കാരിക പ്രവർത്തകർ ഇരുഭാഗത്തും വന്നല്ലോ. ഒരു ഭാഗത്ത് മാത്രമല്ലല്ലോ വന്നത്. നോക്കൂ, ഇവിടെ KG ശങ്കരപിള്ള, കൽപ്പറ്റ നാരായണൻ, ഡോക്ടർ ജയദേവിക, ബി രാജീവൻ ഇവരൊക്കെ ഒപ്പിട്ട പ്രസ്താവനയെ നമ്മൾ കണ്ടല്ലോ. എനിക്ക് നിലമ്പൂരിൽ വോട്ടുണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് സ്വരാജ് ഉയർത്തിയ നിലപാടുകളോട്, സ്വരാജിന്റെ ഐക്യപ്പെടലുകളോട്, സ്വരാജിന്റെ എഴുത്തിനോട് ഒക്കെ ഐക്യപ്പെടുന്ന സാംസ്കാരിക നായകര് ഞാനവിടെ ഉണ്ടായിരുന്നെങ്കിൽ സ്വരാജിന് വോട്ട് ചെയ്തേനെ എന്ന് പരസ്യമായി പറയുന്നു. അതിലെന്താ കുഴപ്പം? അതേപോലെയാണ് ആശാ വർക്കർമാര്. ആര്യാടൻ ഷൗക്കത്തിന്റെ രാഷ്ട്രീയവുമായി രാഷ്ട്രീയമാകാം, പക്ഷെ രാഷ്ട്രീയം ഉണ്ടെന്ന് പറയണം. അവർ രാഷ്ട്രീയം അവരുടെ ജീവിത രാഷ്ട്രീയമാണ്. ബാക്കിയുള്ള ആശാ വർക്കർമാരുടെയോ എന്താണ് ബാക്കിയുള്ള ആശാ വർക്കർമാരുടെയോ അതാണ് പറയുന്നത്. ദിവസം 300 രൂപ കിട്ടുന്നത് വലിയ ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് ഒരു 300 രൂപയ്ക്ക് ഒരു ദിവസം ഒരു ബിരിയാണി വാങ്ങിയിട്ട് 3 പേർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? ഇത്രയ്ക്കും പുച്ഛിക്കണ്ട. ഇനി തുടങ്ങിയ ഞാൻ പറയുന്ന ഈ ജീവിതം 2016 വരെ എത്ര രൂപയ്ക്കാണ് ഇവർക്ക് 2011 ആശമാർ എടുത്ത ജോലിയല്ല 2024 എടുത്തത്. എന്താണ് സ്മൃതി പറയുന്നത്? ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളെ കണക്കെടുത്ത് നോക്കിയാൽ ഏറ്റവും
തുടങ്ങി എന്ന് അല്ല, പറയുന്നത് തുടങ്ങി- fact അല്ലേ? ഇല്ല, കേരളത്തിലെ സാഹചര്യം fact അവർ ഇവിടെ പറയാൻ പറയുന്നില്ല. പാടില്ലേ? കേരളത്തിലെ സാഹചര്യം fact അവരിവിടെ പറഞ്ഞില്ലേ പണിയെടുത്ത പറ്റൂ. കാര്യം, അവരിവിടെ അവിടെയാണ് പണിയെടുക്കുന്ന പ്രശ്നം. കാര്യം, അപ്പോൾ അവർക്ക് എന്താണ്? shift ഇല്ല എന്ന് അപ്പോൾ അവർ പറയുന്ന കാര്യം ഞാൻ അല്ല, ഇവിടെ എന്താണ് നമ്മുടെ മുന്നിലുള്ള വിഷയം? കേന്ദ്ര സർക്കാരിന്റെ ഒരു പ്രോജക്റ്റിലെ ഒരു സ്കീം വർക്കേഴ്സ് ആയ ആശാ വർക്കർമാരുടെ ഓണറേറിയവും അവരുടെ അലവൻസും കൂട്ടിക്കൊടുക്കാൻ കേന്ദ്ര സർക്കാരിനോട് പലതവണ ആവശ്യപ്പെട്ടിട്ടും അവർ കൂട്ടിക്കൊടുക്കുന്നില്ല. കേന്ദ്ര സർക്കാരിനെതിരെ നിങ്ങൾക്ക് പ്രതിഷേധമില്ല. നിങ്ങൾ അവിടെ സമരം ചെയ്യാൻ വരുന്നത് ആർക്കെതിരെയാ? സ്വരാജ് വിജയിക്കരുതെന്ന് പറഞ്ഞ് സമരം ചെയ്യാൻ വരുമ്പോൾ അവരുടെ രാഷ്ട്രീയം അതിൽ വ്യക്തമാണ്. ആയിക്കോട്ടെ. ആ രാഷ്ട്രീയം അവർക്ക് പ്രകടിപ്പിക്കാം. സർക്കാർ വിരുദ്ധമാണ് അവരുടെ രാഷ്ട്രീയം, ആ, ഒരു സംശയവുമില്ല. സർക്കാർ വിരുദ്ധമാണ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇത്ര മാസമായി പ്രതിപക്ഷത്തിന്റെ വെയിലും മഴയും രാഷ്ട്രീയം. കൊണ്ട് സമരം ചെയ്യുമ്പോൾ അവർ പറയും, പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയം. ആ പ്രതിപക്ഷത്തിന്റെ ആ രാഷ്ട്രീയം പ്രതിപക്ഷം എന്ന് പറയുന്നത് നിങ്ങൾ കക്ഷിയായിട്ട് കാണുന്നു. അപ്പുറത്ത് അവരുടെ അവിടെ പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയമാണ്. മത്സരിക്കുന്നത് അവരുടെ ജീവിത അമൂർത്തമൊന്നുമല്ല. പ്രശ്നമാണ്. അല്ലല്ല, മത്സരിക്കുന്നത് ആശയം മാത്രമല്ല, ആയിക്കോട്ടെ. മത്സരിക്കുന്നത് വ്യക്തികളും അവരുടെ പാർട്ടിയും കൂടിയാണ്. അവരുടെ സമരത്തിന് അവിടെ ആ പിന്തുണ വ്യക്തിയും പ്രഖ്യാപിച്ച് അവർ പാർട്ടിയും കൂടിയാണ്. ചെന്നിട്ടുണ്ട്. അല്ല, അവരുടെ നോക്കൂ, സമരത്തെ അവർ ഞാനതിനെ പിന്തുണ പ്രഖ്യാപിച്ച് മോശമായിട്ടല്ല പറഞ്ഞത്. അല്ല, കോൺഗ്രസിനൊക്കെ ചെന്നിട്ടുണ്ട്. പക്ഷേ നോക്കൂ, ഞങ്ങളുടെ രാഷ്ട്രീയമില്ല, ഇത് രാഷ്ട്രീയ സമരമല്ല എന്ന് പറയുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ ഞാൻ പറഞ്ഞത്. അത് കുഴപ്പമില്ല. ഉറക്കെ പറയണം. PSC എല്ലാ മെമ്പർമാർക്ക് സാഹിത്യകാരന്മാരും ശമ്പളം, അതല്ലേ പറഞ്ഞത്. PSC ഞങ്ങളുടെ മെമ്പർമാർക്ക് ഈ ശമ്പളം വിഷയത്തിൽ കൂട്ടിക്കൊടുക്കാൻ നിലപാടില്ല. കഴിയില്ല. എന്താണ് നിലപാട്? PSC മെമ്പർമാർക്ക് ഒരു കാര്യം, ഒരു കാര്യം, കഴിയില്ല. ഒരു നിമിഷം, ആശമാർക്ക് കൊടുക്കാതിരിക്കാൻ കഴിയുകയും ചെയ്ത ഒരു പുതിയ സാഹചര്യം ഉണ്ടല്ലോ. ആശാവർക്കർമാരുടേത് നന്നായി. നിലനിൽപ്പിന്റേത് ജീവിത രാഷ്ട്രീയമാണെന്ന് പറയുമ്പോൾ ആര്യാടൻ ഷൗക്കത്തിനോട് യോജിക്കുന്നത് ഏതൊക്കെ നിലപാടുകളാണെന്ന് പറയണ്ടേ? ഏതൊക്കെ നിലപാടുകളില്ല? 2011 മുതൽ 2016 വരെ ആശാ വർക്കർമാരുടെയും അടക്കമുള്ളവരുടെ ശമ്പളം കൂട്ടാതിരുന്ന, ആ അർത്ഥത്തിൽ വർദ്ധിപ്പിക്കാതിരുന്ന ഉമ്മൻചാണ്ടി സർക്കാരുമായി ബന്ധപ്പെട്ടാണോ? അത് ഇപ്പോൾ നിലവിൽ താങ്കൾ ഈ ചില സാധനങ്ങൾ കേൾക്കുകയില്ല. കാരണം അന്നത്തെ പണിയല്ല ഇന്ന് പണിയെടുക്കുന്നത്. അന്നത്തെ ജോലിയല്ല അവർ ചെയ്യുന്നത്. അന്നത്തെ മണിക്കൂറിലല്ല അവർ ഇപ്പോൾ പണിയെടുക്കുന്നത്. എത്ര തവണ പറഞ്ഞു? ആര്യാടൻ ഷൗക്കത്തിന്റെ പാർട്ടി ഭരിക്കുന്ന ആര്യാടൻ ഷൗക്കത്തിന്റെ പാർട്ടി ഭരിക്കുന്ന മറ്റു സംസ്ഥാനങ്ങളിൽ ആശാ വർക്കർമാർക്ക് മികച്ച എന്റെ ഒറ്റ ചോദ്യമുള്ളൂ. ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടിയിട്ടാണല്ലോ വന്നത്. ആര്യാടൻ ഷൗക്കത്ത് പാർട്ടി ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലെ ആശാ വർക്കർമാർക്ക് ഉയർന്ന ശമ്പളം കൊടുക്കുന്നത് കൊണ്ടാണോ പിന്തുണച്ചത്? പാവപ്പെട്ട സ്ത്രീകളാണ്. അവരെ സംബന്ധിച്ച് ഇവിടുത്തെ സംസ്ഥാന സർക്കാർ അവരോടെടുത്തിരിക്കുന്ന നിലപാട്, അവരുടെ സമരത്തെ അപമാനിച്ചുകൊണ്ട് ഈ നേതാക്കൾ പറഞ്ഞിരിക്കുന്ന ഓരോ വാചകവും അത് ഈ കേരളം അതിനുള്ള മറുപടി അങ്ങനെയാണെങ്കിൽ അവിടെ പോയി ആശാ വർക്കർമാർ സ്ഥാനാർത്ഥി നിർത്തി മത്സരിക്കുകയല്ലേ വേണ്ടത്? വാളയാറിലെ അമ്മയെ കൊണ്ട് അവിടെ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുകയല്ലേ ചെയ്ത്? എന്താ അന്ന് UDF പിന്തുണച്ചത് വാളയാറിലെ അമ്മയാണ്. വാളയാറിൽ 2 കുട്ടികൾ മരിച്ചിട്ടുണ്ടോ ഇല്ലയോ? ആ മരിച്ചതിന്റെ ഉത്തരവാദി ആരെന്നാണ് CBI ചാർജ് ഷീറ്റിൽ പറയുന്നത്? എന്തായാലും അല്ല, ആരായാലും ഞാൻ പറയും, നോക്കൂ, ഏത് ജീവിത സാഹചര്യത്തിലാണ് ഇവരൊക്കെ കഴിയുന്നത് അന്വേഷിക്കൂ. എങ്ങനെയാണ് ആ ജീവിത സാഹചര്യം? ആ ജീവിത സാഹചര്യം അഡ്രസ് ചെയ്തെങ്കിൽ ഈ പ്രശ്നമുണ്ടോ? ആ ജീവിത സാഹചര്യത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിലും കേരളത്തിലും കഴിയുന്ന ഒരു സ്ത്രീയുടെയും പേരിൽ ഈ രീതിയിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല നിലവിൽ. അത് മനസ്സിലാക്കൂ. ഇപ്പോഴും നമ്മൾ പറയരുത് ആ കുഞ്ഞുങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് അത്യന്തം ദുസ്സഹമായിരുന്നു. ദുസ്സഹമായ സാഹചര്യത്തിൽ അതിന് അവസ്ഥയുണ്ടാക്കി കൊടുത്തത് ആരാണ്? CBI ചാർജ് ഷീറ്റ് എടുത്ത് വെച്ച് വായിച്ചാൽ മതി. അതിൽ പ്രതി ചേർക്കപ്പെട്ട സാഹചര്യം എന്താണ് എന്നത് വായിച്ചാൽ മതി. നമുക്ക് തൽക്കാലം ഈ ഇടതുപക്ഷം നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്നത് ഒരു രാഷ്ട്രീയ ദുഷ്ടലാക്കോട് കൂടിയിട്ടും അവരെ കൊണ്ട് ആ പണി എടുപ്പിക്കുന്നതാണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ പറഞ്ഞുകൊണ്ട് ഇത് ഊട്ടി ഉറപ്പിക്കലായി പോയില്ലേ ഈ നിലമ്പൂർ ഇവർ വന്ന് വോട്ട് ചോദിക്കുന്നതോട് കൂടിയിട്ട്? അതാണ്. അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ പറയുന്നത് ആർക്കാ രാഷ്ട്രീയമാകാൻ പാടില്ലാത്തത്? പക്ഷെ അത് തുറന്നു പറയാനുള്ള സത്യസന്ധത കാട്ടണമെന്നേ ഉള്ളൂ. അതല്ലാതെ ഞങ്ങൾക്ക് രാഷ്ട്രീയമായിട്ട് താല്പര്യമില്ല, ഇവിടെ പ്രകടമാകുന്നു എന്നുള്ളതാണ്. അതല്ല, എല്ലാ അവകാശങ്ങളും അവർക്കുണ്ട് കേട്ടോ, ഇല്ലെന്ന് പറയുന്ന അർത്ഥത്തിലല്ല. പക്ഷേ അതിൽ ഈ പറയുന്ന പോലെ ഒരു ഹിപ്പോക്രസി വരരുത് എന്ന് മാത്രം. എന്നിട്ട് നിങ്ങൾ രാഷ്ട്രീയമായി ഞങ്ങൾക്ക് നിഷ്പക്ഷ നിലപാടാണ് എന്ന അരാഷ്ട്രീയവാദം രാഷ്ട്രീയ താല്പര്യത്തോടുകൂടി പിന്തുണ പ്രഖ്യാപിച്ച അവിടെ നേതാക്കൾ വന്നിട്ടുണ്ടെങ്കിൽ ആ തെരഞ്ഞെടുപ്പിൽ അവരെ സഹായിക്കാൻ അവർ വരും. BJP കേന്ദ്രം അടിസ്ഥാനപരമായി കേന്ദ്രം ചെയ്യേണ്ട കാര്യം കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ ചെയ്തോ? ആശാ വർക്കർമാരുടെ കർണാടകയിലെ ശമ്പളം കൂട്ടി കൊടുത്തോ? അഭിമാന പോരാട്ടമോ എന്താണ്? യുപിയിലേക്ക് പോകും. സാഹചര്യമാണ് അല്ല, ആയിക്കോട്ടെ, അത് കോൺഗ്രസ് അല്ല, അവിടെ കൂട്ടിക്കൊടുക്കാമെന്ന് വാഗ്ദാനം നൽകിയിട്ടുള്ള ഏറ്റവും അല്ല, ഈ മാസം എത്രയെന്ന് അന്വേഷിച്ചോ? എല്ലാ 10,000-ൽ താഴെയാ. ഏറ്റവും ഒടുവിൽ കണക്കും 10,000-ൽ താഴെയാ. അവിടെ ജോലി എത്രയാണ് കൊണ്ട് അന്വേഷിക്കൂ. അത് ശരി, നിങ്ങൾക്ക് വ്യത്യസ്തമായ മറുപടികളാണല്ലോ കേരളത്തിലെ സാഹചര്യം. അപ്പൊ സിക്കിമിന്റെ കാര്യോ?
കേരളത്തിൽ അപ്പൊ സിക്കിമിന്റെ കാര്യമോ? കേരളത്തിൽ ആശമാരുടെ ജോലിയെ അല്ല, അപ്പൊ കുറിച്ച് സിക്കിമിന്റെ അവരെന്താണ് കാര്യമോ? പറഞ്ഞത്? നോക്കൂ. അവരെന്താണ് പറഞ്ഞത്? അവരെ വിശ്വസിക്കുന്നത് അവർ കളവ് പറയാണ്. ഇല്ലില്ല. അവർ കളവ് പറഞ്ഞാൽ ആശാവർക്കർമാര് വേലുമടയെ കൊണ്ടുവരികയായിരുന്നോ? പണിയെടുക്കുന്നില്ലെന്നോ ആശാവർക്കർമാർക്ക് ജോലി ഭാരമില്ലെന്നോ എന്റെ വാദമല്ല. ശരി. ആശാവർക്കർമാർക്ക് ഓണറേറിയം കിട്ടണമെന്നാണ് എന്റെ വാദം. നിങ്ങൾക്ക് ഓണറേറിയം PSC കൊടുക്കണം. മെമ്പർമാർക്ക് ആ ഓണറേറിയം കൊടുക്കുന്നതിന് നന്നായി കേന്ദ്ര കൂട്ടിക്കൊടുക്കുന്നതിന് സർക്കാർ ഒരു ബുദ്ധിമുട്ടുമില്ല. ഈ സമയത്ത് നിങ്ങൾക്ക് ആശമാർക്ക് കൊടുക്കാതിരിക്കാൻ നല്ല സാങ്കേതികത്വം പറയാം, കേന്ദ്രത്തിലെ കുറ്റം പറയാം, അവരൊക്കെ സമരം ചെയ്ത് ഞങ്ങളുടെ കൂടെ വരാമെന്ന് പറയാം. ഈ സമരത്തെ പാട്ടപിരിക്കൽ സമരമെന്ന് അപമാനിക്കാം, ഒരു കുഴപ്പമില്ലെന്നേ. ഇതൊക്കെ കേരളം കാണും. ഇതും കൂടി കേന്ദ്ര സർക്കാർ ഓണറേറിയം കൂട്ടിക്കൊടുക്കാത്തതിനോട് ഒരു പരാതിയില്ലല്ലോ സ്മൃതി. കേന്ദ്ര സർക്കാർ അനുവദിച്ചു കൂട്ടിക്കൊടുക്കാത്തതിന് പരാതിയില്ലല്ലോ സ്മൃതി. അതാണ് പ്രശ്നം. അല്ലല്ല, അത് മാത്രമല്ലല്ലോ പറഞ്ഞത്. അതാണ് പ്രശ്നം. അതല്ലല്ലോ അതാണ് പ്രശ്നം. അത് തന്നെയാണ് പ്രശ്നം. അതല്ല പ്രശ്നം. അത് മാത്രമല്ല പ്രശ്നം. അഭിമാന പോരാട്ടമാണോ എന്നായിരുന്നു ചോദ്യം. എല്ലാവരുടെയും അഭിമാന പോരാട്ടം. 4 പേരുടെയും അഭിപ്രായം അഭിമാന പോരാട്ടമാണ് എന്ന് തന്നെയാണ്. Meet the editors.